അങ്ങനെ മനോഹരമായ രൂപത്തിലാണ് ഇമാം ഇബ്നു അബീ ദാവൂദ് ഇത് എഴുതിയിട്ടുള്ളത്. അതോടൊപ്പം ഇതിലെ വിഷയങ്ങൾ ഏറെ പ്രാധാന്യമുള്ള അഹ്ലുസുന്നത്തിൻ്റെ അഖീദ വിവരിക്കുന്ന, എന്നാൽ പാളിച്ചകളൊന്നും അങ്ങുമിങ്ങും വന്നു പോകാത്ത രൂപത്തിലുമാണ് ഇതുള്ളത്. അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖാണ്. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, നമ്മുടെ ദീൻ ഇസ്ലാം അത് വിശ്വാസവും പ്രവർത്തനങ്ങളുമാണ്. ഇതിൽ നമ്മൾ വിശ്വസിക്കേണ്ടുന്ന, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അതിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. വിശ്വാസം നേരെയായില്ല എങ്കിൽ അവൻ്റെ അമലുകൾ നേരെയാവുകയില്ല. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദഅവത്തിൻ്റെ സുദീർഘമായ വർഷങ്ങൾ ചെലവഴിച്ചത് ആളുകളുടെ വിശ്വാസം നേരെയാക്കാനാണ്. അതിൻ്റെ പേരിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. പ്രയാസങ്ങളും പീഡനങ്ങളും ശിക്ഷാമുറകളുമെല്ലാം അള്ളാഹുവിൻ്റെ റസൂലും സഹാബത്തും ഏറ്റുവാങ്ങിയത്. അതിൽ പാളിച്ച സംഭവിച്ചാൽ അത് ഗുരുതരമായ പാളിച്ചയാണ്. വിശ്വാസത്തിൽ പുഴുക്കുത്തു വീണാൽ സംഭവിക്കാനിരിക്കുന്നത്, വരാനിരിക്കുന്നത് വലിയ അപകടമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ നബിമാർ അതിനേറ്റവും മുൻതൂക്കം നൽകിയത്. ആ നബിമാരുടെ അനന്തരാവകാശികളായ മഹാന്മാരായ പണ്ഡിതന്മാർ അതിന് ഏറെ പ്രാധാന്യം നൽകിയത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി പറഞ്ഞ, പ്രശംസിച്ചു പറഞ്ഞ ആദിമ തലമുറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തും പിന്നെ താബിഉകളും തബഉ താബികളും അടങ്ങുന്ന ആ തലമുറകൾ, അവരുടെ കാലത്ത് പിഴച്ച വിശ്വാസങ്ങളും പിഴച്ച ചിന്താഗതികളും വളരെ കുറവായിരുന്നു. അങ്ങനെയുള്ള ചിന്താഗതികൾ വെച്ചു പുലർത്തിയ ആളുകൾ അത് പരസ്യമായി പറയാനും അതിൻ്റെ പതാക പറപ്പിക്കാനുമൊക്കെ മടിച്ചിരുന്നു. കാരണം അന്ന് ഹക്കിൻ്റെ, അഹ്ലുസുന്നത്തിൻ്റെ ആളുകൾ ശക്തരായിരുന്നു. കടുത്ത പിഴച്ച വാദങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അവന് തക്കതായ ശിക്ഷാമുറ ഈ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി, ഈ ദീനിൻ്റെ പേരിൽ തോന്നിവാസികൾ തോന്നിയത് പറയാതിരിക്കാൻ വേണ്ടി, ആളുകളുടെ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടി
മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികൾ ശക്തമായ നിലപാടെടുത്തിരുന്നു. കാരണം അഹ്ലുസുന്നത്ത് ശക്തരാണത്. അതുകൊണ്ട് അവരുടെ വിദഅത്തിൻ്റെ പിഴച്ച ചിന്താഗതികളുടെ പ്രചാരണം അന്ന് ആളുകൾക്ക് എളുപ്പമായിരുന്നില്ല. എന്നാൽ പിന്നീട് അവരുടെ കാലം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നിന്ന്, നുബുവത്തിൻ്റെ കാലത്തിൽ നിന്ന് ആളുകൾ അകന്നകന്ന് പോയപ്പോൾ, കാലം നീണ്ടുപോയപ്പോൾ, മുസ്ലിമീങ്ങളുടെ നാടുകൾ വിസ്തൃതമായപ്പോൾ, മറ്റുള്ള ചിന്താഗതികൾ, ഗ്രീക്ക് ഫിലോസഫി പോലെയുള്ള ചിന്താഗതികൾ മുസ്ലിമീങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നപ്പോൾ ബിദ്അത്തിൻ്റെ പിഴച്ച ചിന്താഗതികളുടെ വക്താക്കൾ ശക്തമായ പ്രചാരണം ആരംഭിച്ചു. അവർ ആ പ്രചാരണവുമായി മുന്നോട്ട് പോയപ്പോൾ അഹ്ലുസുന്നത്തിൻ്റെ മഹാന്മാരായ പണ്ഡിതന്മാർ മിണ്ടാതിരുന്നില്ല. മറിച്ച് അവർ ശക്തമായി അതിനെ എതിരിട്ടു. ഈ ദീനിൻ്റെ യഥാർത്ഥ വിശ്വാസം എന്താണ്, യഥാർത്ഥ വഴി എന്താണ് എന്നത് വിശദീകരിക്കാൻ അവർ ഗ്രന്ഥങ്ങൾ രചിച്ചു. അതിൽ ഗദ്യരൂപത്തിലുള്ള, കവിതയല്ലാത്ത സാധാരണ രൂപത്തിലുള്ള കിതാബുകൾ, അതാണ് അവർ സ്വീകരിച്ച അടിസ്ഥാനപരമായ മാർഗം. എന്നാൽ ചില പണ്ഡിതന്മാർ പദ്യരൂപത്തിൽ, നദ്മിൻ്റെ രൂപത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങൾ എഴുതിയിരുന്നു. കാരണം അത് ഹെഫ്ളാക്കാൻ, മനഃപ്പാടമാക്കാൻ എളുപ്പമുള്ളതാണ്. മനഃപ്പാടമാക്കിയാലാകട്ടെ അതിലുള്ള ആശയം നമ്മുടെ മനസ്സിൽ കൂടുതൽ തങ്ങി നിൽക്കുകയും ചെയ്യും. അത്തരത്തിൽ വളരെ പ്രശസ്തമായ, ഏറെ മുൻഗാമിയായ, അറിയപ്പെട്ട മുസ്ലിമീങ്ങളുടെ പണ്ഡിതന്മാരിൽ, ഇമാമുമാരിൽ ഒരാൾ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് ഇൻഷാ അല്ലാഹ്. അതിൻ്റെ വിശദീകരണത്തിൻ്റെ തുടക്കമാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലാസോടെ, നല്ല ഉദ്ദേശത്തോടെ ഇത് പഠിക്കാനും ഇസ്ലാമിൻ്റെ യഥാർത്ഥ വിശ്വാസം ഉൾക്കൊള്ളാനും അതിലായി ജീവിക്കാനും അതിലായി മരിക്കാനും ഇത് പൂർത്തീകരിക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഹായിയ എന്നറിയപ്പെടുന്ന ഈ കവിത 33 വരികൾ ഉൾക്കൊള്ളുന്നതാണ്. ഇതിന് ഹായിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ഖാഫിയ ഹ ആണ്. എന്ന് പറഞ്ഞാൽ ഇത് അവസാനിക്കുന്നത് ഹായിലാണ് ഓരോ വരികളും. അതുകൊണ്ടാണ് ഇതിന് ഹായിയ എന്ന് പറയുന്നത്. ഏതുപോലെ നൂനിൽ അവസാനിക്കുന്ന കവിതകൾക്ക് നൂനിയ എന്ന് പറയുന്നത് പോലെ ഇമാം ഇബ്നുൽ ഖയ്യിമിൻ്റെ പ്രസിദ്ധമായ കവിതയാണ് നൂനിയ. നൂനിയതു ഇബ്നുൽ ഖയ്യിം അൽ കാഫിയത്തു ഷാഫിയ എന്നാണ് അതിൻ്റെ പേര്. അതുപോലെ ഇത് എഴുതിയത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഹ്ലുസുന്നത്തിൻ്റെ മഹാന്മാരായ പണ്ഡിതന്മാരിൽ ഒരാൾ, ഏറെ മുൻഗാമിയായ ഒരാളാണ് ഇബ്നു അബി ദാവൂദ് റഹിമഹുല്ലാഹ്. ഇബ്നു അബി ദാവൂദ്, ഇദ്ദേഹം ഇമാം അബൂ ദാവൂദിൻ്റെ മകനാണ്. ആരാണ് ഇമാം അബൂ ദാവൂദ്? ഇമാം അബൂ ദാവൂദിനെ കേൾക്കാത്തവർ വളരെ കുറവായിരിക്കും. സാഹിബു സുനൻ, 6 ഹദീസിൻ്റെ കിതാബുകൾ എന്നറിയപ്പെടുന്ന അൽ കുത്തുബു സിത്തയിലൊന്ന് സുനൻ അബി ദാവൂദ്, അബൂദാവൂദിൻ്റെ സുനൻ. ആ ഹദീസ് സമാഹാരം, ആ ഹദീസിൻ്റെ കിതാബ് ക്രോഡീകരിച്ച മഹാനായ ഇമാം അബൂ ദാവൂദിൻ്റെ മകനാണ് ഇദ്ദേഹം. ഇമാം അബൂ ദാവൂദ്, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് സുലൈമാൻ ഇബ്നുൽ അശ്അസ് എന്നാണ്. സുലൈമാൻ ഇബ്നു അൽ അശ്അസ്, ഇതാണ് ഇമാം അബൂ ദാവൂദിൻ്റെ പേര്. അബൂ ദാവൂദ് എന്നത് കുനിയത്താണ്. കുനിയത്ത് എന്താണെന്ന് നിങ്ങൾക്ക് പൊതുവെ അറിയുണ്ടാകും. നമ്മൾ സാധാരണ പേരായി പറയുന്നതല്ല കുനിയത്ത്. അത് അബു അല്ലെങ്കിൽ എന്ന് ചേർത്തിട്ട് വിളിക്കുന്നതാണ്. ഉദാഹരണത്തിന് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മുഹമ്മദ് എന്നാണ്. എന്നാൽ നബിയുടെ കുനിയത്ത് അബുൽ ഖാസിം എന്നാണ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ, അവരുടെ ഇസ്ം ആലം അത് ആയിഷ എന്നാണ്. അവരുടെ കുനിയത്ത് ഉമ്മു അബ്ദില്ലാഹ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖാസിം എന്ന മകൻ ഉണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹക്ക് മക്കളുണ്ടായിട്ടില്ല. പക്ഷെ മക്കളില്ല എങ്കിലും കുനിയത്ത് സ്വീകരിക്കാം. മക്കളില്ല എങ്കിലും കുനിയത്ത് സ്വീകരിക്കാം. ഒന്ന്. രണ്ടാമത്
അവരുടെ സഹോദരിയുടെ മകൻ അസ്മാ റളിയല്ലാഹു അൻഹയുടെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, അദ്ദേഹം സഹാബിയാണ്. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ ആയിഷ റളിയല്ലാഹു അൻഹയുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന സഹോദരിയുടെ മകനാണ്. അബ്ദുല്ലാഹിലേക്ക് ചേർത്താണ് ഉമ്മ അബ്ദില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയെ പറയുന്നത്. നോക്കൂ നിങ്ങൾ, അതിനാണ് കുനിയത്ത് എന്ന് പറയുക. അബൂദാവൂദ് അദ്ദേഹത്തിൻ്റെ പേര് സുലൈമാൻ ഇബ്നുൽ അശ്അസ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ കുനിയത്ത് അബൂബക്കർ എന്നാണ്. അബൂബക്കർ ഇബ്നു അബി ദാവൂദ് അങ്ങനെയാണ് അറിയപ്പെടുന്നത്. പേര് അബ്ദുല്ലാഹ് എന്നാണ്. അബ്ദുല്ലാഹ് ഇബ്നു സുലൈമാൻ ഇബ്നുൽ അശ്അസ്, അല്ലെങ്കിൽ അബ്ദുല്ലാഹ് ഇബ്നു അബി ദാവൂദ്, അല്ലെങ്കിൽ അബൂബക്കർ ഇബ്നു അബി ദാവൂദ്, എങ്ങനെ പറഞ്ഞാലും ശരിയാണ്. ഈ മഹാനായ ഇമാം ജനിച്ചത് ഹിജറ 230-ലാണ്. ഹിജറ 230-ലാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, വളരെ മുൻഗാമിയാണ്. ഹിജറ 230 എന്ന് പറഞ്ഞാൽ 3-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത്. സിജിസ്ഥാൻ എന്നു പേരുള്ള പ്രദേശത്താണ് ഇമാം ഇബ്നു അബി ദാവൂദ് ജനിക്കുന്നത്. അദ്ദേഹം ഈ മഹാനായ ഇമാമിൻ്റെ മകനാണ്. അതുകൊണ്ട് തന്നെ ഇമാം അബൂ ദാവൂദ് തൻ്റെ മകനെ ഈ മതവിജ്ഞാനം പഠിപ്പിക്കാനായി വിദൂര ദേശങ്ങളിലേക്ക് കൂട്ടിപ്പോകാറുണ്ടായിരുന്നു. അങ്ങനെ ധാരാളം നാടുകളിൽ നിന്ന്, ആ നാടുകളിലെ മഹാന്മാരായ മുഹദ്ദിസുകളിൽ നിന്ന് ഹദീസിൽ അദ്ദേഹം വലിയ അവഗാഹം നേടുകയുണ്ടായി. ആ കാലത്തെ ഹദീസ് പഠനം എന്ന് പറഞ്ഞാൽ കേവലം ഹിഫ്ളാക്കി പോവുക എന്നതല്ല, മറിച്ച് അതിലൂടെ അവർ സനദ് കൂടി നേടിയെടുക്കുകയാണ്. അവർ വഴിക്കാണ് ഹദീസുകൾ നമുക്ക് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ന് മുഹദ്ദിസിൽ നിന്ന് അദ്ദേഹം, ഇന്ന് മുഹദ്ദിസിൽ നിന്ന് അദ്ദേഹം, ഇന്ന് മുഹദ്ദിസിൽ നിന്ന് അദ്ദേഹം, ഇന്ന് സഹാബിയിൽ നിന്ന് അദ്ദേഹം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്. അതിനുവേണ്ടി കൂടിയാണ് അവർ വിദൂരമായ ദേശങ്ങളിൽ ചെല്ലുന്നത്. കാരണം അവർ അവിടെയുള്ള ഇമാമുമാർ പ്രായം ചെന്ന, അതിനു മുൻപേയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സനദുള്ള, നബിയിലേക്ക് എത്തുന്ന പരമ്പരയാൽ ഹദീസ് പഠിച്ചിട്ടുള്ള ആളുകളെ ലഭിക്കാൻ അവർ വിദൂരമായ ദേശത്തേക്ക് പോയിരുന്നു. അങ്ങനെ പിതാവിൻ്റെ കൂടെ ധാരാളം യാത്രകൾ നടത്തുകയുണ്ടായി. അദ്ദേഹത്തിന് അതിലൂടെ ഉന്നതമായ വിജ്ഞാനം കരസ്ഥമാക്കാൻ സാധിച്ചു. അതുകൊണ്ട് ധാരാളം പണ്ഡിതന്മാർ ഇദ്ദേഹത്തെ ഇമാം അബൂദാവൂദിൻ്റെ അതേ ശ്രേഷ്ഠതയുള്ള, അത്രയും വിജ്ഞാനത്തിൽ ഇൽമിൽ പദവി നേടിയിട്ടുള്ള ഒരാളായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. പിതാവിനെ പോലെ തന്നെ, ഇമാം അബൂദാവൂദിനെ പോലെ തന്നെ. അല്ല, ചില പണ്ഡിതന്മാർ പിതാവിനേക്കാൾ ശ്രേഷ്ഠനാണ് ഇദ്ദേഹം എന്നുവരെ പറഞ്ഞിട്ടുണ്ട്. ഇമാം അബൂദാവൂദിനേക്കാൾ ശ്രേഷ്ഠതയുള്ള ആളാണ് ഇദ്ദേഹം എന്നുവരെ ഇമാം അബൂബക്കർ ഇബ്നു അബി ദാവൂദിനെ കുറിച്ച് പറഞ്ഞത് കാണാം. ഇമാം അദ്ദഹബി റഹിമഹുല്ലാ അദ്ദേഹം അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഗ്രന്ഥങ്ങൾ പലതുണ്ട്. അന്നാസിഖു വൽ മൻസൂഖ്, അതുപോലെ ഇദ്ദേഹത്തിനൊരു മുസ്നദുണ്ട്, ഹദീസ് രേഖപ്പെടുത്തിയ കിതാബ്. ഖറാഅത്ത് എന്ന പേരിലൊരു കിതാബുണ്ട്. മസാഹിഫ് എന്ന പേരിൽ കിതാബുണ്ട്. ഹിജറ 316-ലാണ് ഇമാം ഇബ്നു അബി ദാവൂദ് മരണപ്പെടുന്നത്. ഹിജറ 230-ൽ ജനിച്ച് ഹിജറ 316-ൽ ആണ് ഇമാം അബൂബക്കർ ഇബ്നു അബി ദാവൂദ് റഹിമഹുല്ലാ മരണപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെതാണ് ഈ കവിത ഹായിയ. ഇത് ധാരാളം പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ധാരാളം പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ ഇമാം അബൂ ദാവൂദിൻ്റെ ഈ കവിത ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനായ ഇമാമിന് റഹ്മത്ത് ചൊരിയുകയും നമ്മയും അദ്ദേഹത്തെയും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നോക്കൂ, ഇനി ഈ കവിതയിലേക്ക് നമ്മൾ കടക്കുകയാണ്. തമസ്സക് ബിഹബ്ലില്ലാഹി വത്തബിഇൽ ഹുദാ വലാ തകു ബിദ്ഇയ്യൻ ലഅല്ലക തുഫ്ലിഹു ودن بكتاب الله والسنن التي أتت عن رسول الله تنجو وتربح.
ഈ കവിതയിൽ പല വിഷയങ്ങൾ ഇതിലെ പല വരികളിലായി ഉദ്ധരിച്ചത് കാണാം. ചില മസ്അലകൾ ഒരൊറ്റ വരിയിൽ, ചില മസ്അലകൾ 2 3 അല്ലെങ്കിൽ അതിലധികമോ വരികളിൽ, ഇങ്ങനെ ഈ കവിതയിൽ അദ്ദേഹം കൊണ്ടുവന്നത് കാണാം. ഈ കവിത മനോഹരമായ, അറബി ഭാഷയിൽ അറിവുള്ള, അറബിയിലെ കവിതകൾ പരിചയമുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. വളരെ മനോഹരമായ ശൈലിയാണ് ഇതിൻ്റെ. അങ്ങേറ്റം സരളമായ വാക്കുകളാണ്. കാരണം സാധാരണ ഒരു ഗദ്യം എഴുതുന്നത് പോലെയല്ല അറബി കവിതകളെന്ന് പറഞ്ഞാൽ. ചില നിയമങ്ങളുണ്ട്, തോന്നിയതുപോലെ എഴുതാൻ പറ്റൂല എന്ന് മാത്രമല്ല, അതിലെ അക്ഷരങ്ങൾ അത് വളരെ എളുപ്പത്തിൽ ഉച്ചരിക്കാൻ പറ്റുന്നതായിരിക്കണം. ചില അക്ഷരങ്ങൾ 2 അടുപ്പിച്ചടുപ്പിച്ച് വന്നാൽ അത് ഉച്ചരിക്കാൻ പ്രയാസമായിരിക്കും. ഒരു ഗദ്യത്തിൽ വരുന്നത് പോലെയല്ല കവിതയിൽ. അത് വളരെ സരളമായ, ഇങ്ങനെ പാൽ കണക്ക് ഒഴുകുന്ന രൂപത്തിലായിരിക്കണം. അങ്ങനെ മനോഹരമായ രൂപത്തിലാണ് ഇമാം ഇബ്നു അബീ ദാവൂദ് ഇത് എഴുതിയിട്ടുള്ളത്. അതോടൊപ്പം ഇതിലെ വിഷയങ്ങൾ ഏറെ പ്രാധാന്യമുള്ള അഹ്ലുസുന്നത്തിൻ്റെ അഖീദ വിവരിക്കുന്ന, എന്നാൽ പാളിച്ചകളൊന്നും അങ്ങുമിങ്ങും വന്നു പോകാത്ത രൂപത്തിലുമാണ് ഇതുള്ളത്. അല്ലാഹുവിൻ്റെ വലിയ തൗഫീഖാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. നോക്കൂ, തമസ്സക് ബിഹബ്ലില്ലാഹി വത്തബിഇൽ ഹുദാ വലാ തകു ബിദ്ഇയ്യൻ ലഅല്ലക തുഫ്ലിഹു. തമസ്സക്, നീ മുറുകെ പിടിക്കുക, ബിഹബ്ലില്ലാഹ്, അള്ളാഹുവിൻ്റെ പാശത്തിൽ, അള്ളാഹുവിൻ്റെ കയറിൽ, വത്തബിഇൽ ഹുദാ, നീ സന്മാർഗം പിൻപറ്റുക. ഇതാണ് ഒന്നാമത്തെ വരിയിലെ ആദ്യ ഭാഗം. തമസ്സക് ബിഹബ്ലില്ലാഹ്, നീ അള്ളാഹുവിൻ്റെ കയറിൽ മുറുകെ പിടിക്കുക. അള്ളാഹുവിൻ്റെ കയറിൽ മുറുകെ പിടിക്കുക എന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ള പ്രയോഗമാണ്. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ, നിങ്ങൾ എല്ലാവരും അള്ളാഹുവിൻ്റെ കയറിൽ മുറുകെ പിടിക്കുക. അള്ളാഹുവിൻ്റെ കയർ എന്നാൽ അവൻ്റെ വഹിയാണ്, അള്ളാഹുവിൻ്റെ ഖുർആനാണ്. അതിൽ നിങ്ങൾ മുറുകെ പിടിക്കുക. വത്തബിഇൽ ഹുദാ, നിങ്ങൾ സന്മാർഗം പിൻപറ്റുക, നിങ്ങൾ സന്മാർഗം പിൻപറ്റുക. വലാ തകു ബിദ്ഇയ്യൻ, നീ ഒരു ബിദ്അത്തുകാരനാകരുത്. ലഅല്ലക തുഫ്ലിഹു, എങ്കിൽ നിനക്ക് വിജയിക്കാം. വദിൻ ബി കിതാബില്ലാഹ്, നീ അള്ളാഹുവിൻ്റെ കിതാബ് മുഖേന അള്ളാഹുവിൻ്റെ അടിമയായി അവനെ ഇബാദത്ത് ചെയ്യുക. വദിൻ എന്ന് പറഞ്ഞാൽ നീ നിൻ്റെ ദീനാക്കുക, നീ നിൻ്റെ ദീനായി ഉൾക്കൊള്ളുക, നീ നടപ്പിൽ വരുത്തുക, നീ പ്രാവർത്തികമാക്കുക എന്നെല്ലാമാണ് അതിൻ്റെ ഉദ്ദേശം. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഒരുവൻ ഒരു കാര്യം ചെയ്യുക, അതാണ് ഒരാൾ ദീനായി കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ. വസ്സുനനില്ലത്തി, അതുപോലെ സുന്നത്തുകളും ചര്യകളും, അത്തത്, എങ്ങനെയുള്ള ചര്യകളാണ് അത് വന്നിരിക്കുന്നു, അർ റസൂലില്ലാഹ്, റസൂലുള്ളാഹിയിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് രണ്ടും നീ നിൻ്റെ ജീവിതമാർഗമാക്കി കൊണ്ടുപോവുക. തൻജു വതർബഹു, തൻജു എന്നാൽ നിനക്ക് രക്ഷപ്പെടാം, വതർബഹു നിനക്ക് ലാഭം നേടാം. നോക്കൂ, ഇതെല്ലാം ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഉള്ള പാഠങ്ങളാണ്. ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പാഠമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ നിങ്ങൾ, ഇന്നല്ലാഹ യർദാ ലക്കും സലാസൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ഇന്നല്ലാഹ യർദാ ലക്കും സലാസൻ, 3 കാര്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് തൃപ്തിപ്പെടുന്ന കാര്യങ്ങളാണ്. അൻ തഅബുദൂഹു വലാ തുശ്രികൂ ബിഹി ഷൈഅ, ഒന്നെന്താണ്? അൻ തഅബുദൂഹു, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. വലാ തുശ്രികൂ ബിഹി ഷൈഅ, അവനിൽ യാതൊന്നിനെയും നിങ്ങൾ പങ്കുചേർക്കാതിരിക്കുക. വഅൻ തഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ, നിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ കയറിൽ മുറുകെ പിടിക്കുക. വലാ തഫറഖൂ, നിങ്ങൾ ഭിന്നിക്കാതിരിക്കുക. വഅൻ തുനാസിഹു, നിങ്ങൾ നസീഹത്ത് ഗുണകാംക്ഷ പുലർത്തുക. മൻ വല്ലാഹു അല്ലാഹു അംറക്കും, ആരെയാണോ അള്ളാഹു നിങ്ങളുടെ ഭരണാധികാരിയാക്കിയിട്ടുള്ളത്, ആ മുസ്ലിമീങ്ങളായ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന നിങ്ങളുടെ ഭരണാധികാരികളോട് നിങ്ങൾ നസീഹത്ത് പുലർത്തുക, ഗുണകാംക്ഷ കാണിക്കുക, അവർക്ക് നല്ലത് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നിങ്ങൾക്ക് തൃപ്തിപ്പെടുന്ന 3 കാര്യങ്ങളെന്ന് പറഞ്ഞതാണ്. ആദ്യം പറഞ്ഞ എന്താണ്? അൻ തഅബുദൂഹു വലാ തുശ്രികൂ ബിഹി ഷൈഅ, അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. രണ്ടാമത് പറഞ്ഞ കാര്യം അതാണ് ഈ കവിതയിലുള്ളത്.
وأن تعتصموا بحبل الله جميعا ولا تفرقوا അള്ളാഹുവിൻ്റെ കയറിൽ നിങ്ങൾ മുറുകെ പിടിക്കുക വലാ തഫറഖു നിങ്ങൾ ഭിന്നിക്കാതിരിക്കുക ആലോചിച്ച് നോക്കൂ. ഈ രൂപത്തിൽ അഹ്ലുസുന്നത്തിൻ്റെ ഹക്കിൻ്റെ യഥാർത്ഥ വഴിയിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് ഭിന്നിപ്പുകളില്ലാതിരിക്കാനുള്ള വഴി. അല്ലെങ്കിൽ ഭിന്നിപ്പുറപ്പാണ്, യാതൊരു സംശയവുമില്ല. അള്ളാഹു എന്താണ് പറഞ്ഞത്? വഇന്ന ഹാദിഹി ഉമ്മതുകും ഉമ്മതൻ വാഹിദ വഅന റബ്ബുകും ഫത്തഖൂൻ ഫതഖത്തഉ അംറഹും ബൈനഹും സുബ്റ കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. അള്ളാഹു പറഞ്ഞു നോക്കൂ, നിങ്ങൾ ഏറെ ചിന്തിക്കേണ്ട ആയത്തുകളാണ് സൂറത്തുൽ മുഅ്മിനൂനിലെ ആയത്തുകൾ. അള്ളാഹു പറയുകയാണ് വഇന്ന ഹാദിഹി ഉമ്മതുകും ഉമ്മതൻ വാഹിദ, ഇതാണ് നിങ്ങളുടെ ഉമ്മത്ത്, ഒരൊറ്റ ഉമ്മത്ത്. ഇവിടെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ദീൻ എന്നാണ്. ഈ ആയത്തിൽ പറഞ്ഞ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താണ്? ദീൻ എന്നാണ്. ഇതാണ് നിങ്ങളുടെ ദീൻ, ഒരേ ഒരു ദീൻ, ഒരൊറ്റ ദീൻ, രണ്ടില്ല. വാന റബ്ബുക്കും, ഞാനാണ് നിങ്ങളുടെ റബ്ബ്. ഫത്തഖൂൻ, അതുകൊണ്ട് നിങ്ങൾ എന്നെ സൂക്ഷിക്കുക. ഇതായിരുന്നു ആളുകൾ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ആളുകൾ ചെയ്തത് എന്താണ്? അതാണ് അള്ളാഹു പറയുന്നത് ഫതഖത്തഉ അംറഹും ബൈനഹും സുബ്റ, പല കക്ഷികളായി ആളുകൾ ഛിന്ന ഭിന്നമായി തീർന്നു. കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ, ഓരോ കക്ഷിയും അവരുടെ പക്കലുള്ളത് കൊണ്ട് സന്തോഷിക്കുകയാണ്. ഞങ്ങളുടെ കയ്യിലാണ് ശരിയുള്ളത് എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന അവസ്ഥയിലേക്ക് ആളുകൾ എത്തിപ്പെട്ടു. എന്തുകൊണ്ടാണ്? അള്ളാഹുവിൻ്റെ വഹി അവർ കൈവിട്ടപ്പോഴാണ് അങ്ങനെ അവർക്ക് സംഭവിച്ചത്. അതുകൊണ്ട് ആളുകൾ തമ്മിൽ യോജിപ്പുണ്ടാകണോ, സ്നേഹമുണ്ടാകണോ, എന്താണ് വഴി? ഹക്കിലേക്ക് ആളുകൾ വരിക. അല്ലാതെ എന്തു ചെയ്തിട്ടും ആളുകൾക്കിടയിൽ യോജിപ്പുണ്ടാവുകയില്ല. നിങ്ങൾ നോക്കൂ, നിങ്ങൾ രണ്ടുപേർ, അവർ രണ്ട് നാട്ടിലാണ്, അവരൊരു സ്റ്റേജിൽ ഒരുമിച്ചിരിക്കുന്നവരല്ല. ഒരാൾ ഒരു പദവി വഹിക്കുക, ഒരാളൊരു പ്രസിഡൻറ്റ് പദവി വഹിക്കുക, മറ്റേ സെക്രട്ടറി പദവി വഹിക്കുക, അങ്ങനെയുള്ളവരല്ല. രണ്ട് നാട്ടിലാണ്. രണ്ടുപേർ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു, കിതാബും സുന്നത്തും ഓതി ജനങ്ങൾ വിളിക്കുന്നു. അവർ അഹ്ലുസുന്നത്തിൻ്റെ യഥാർത്ഥ വഴിയിലാണുള്ളത്, ഹക്കിലേക്കാണ് ക്ഷണിക്കുന്നത്. ഇത് രണ്ടും ഒരാൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഈ രണ്ടുപേർ ജീവിതത്തിൽ ഒരിക്കലും പരസ്പരം കണ്ടിട്ടില്ല എങ്കിൽ പോലും ഇത് രണ്ടുപേരുടെയും ഈ ദഅവത്ത് അവരെഴുതിയതും അവർ പറഞ്ഞതുമൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും രണ്ടുപേരും ഒന്നാണ്, ഒരു വഴിയിലാണ്, ഉറപ്പാണ്. അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാരെ നോക്കും, ബിൻ ബാസ്, ബിൻ ഉസൈമീൻ, അൽബാനി റഹിമഹുമുല്ലാഹ്, മഹാന്മാരായ പണ്ഡിതന്മാർ. അവർ കിതാബിലേക്കും സുന്നത്തിലേക്കും എങ്ങനെയാണ് ക്ഷണിക്കുന്നത്? എന്താണ് അവരുടെ വിശ്വാസം? ഇതൊരാൾ ശ്രദ്ധിച്ചാൽ, ഇനി അവരല്ലാത്ത ഏതേത് അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാരുടെ വഴിയും അവരുടെ വാക്കുകളും അവരുടെ എഴുത്തുകളും എല്ലാം ഒരാൾ ശ്രദ്ധിച്ചാൽ ആൾക്ക് മനസ്സിലാവും ഇവരൊക്കെ ഒന്നാണ് എന്ന് മനസ്സിലാവും, ഒന്നാണെന്നേ മനസ്സിലാവും. അവരെവിടെയെങ്കിലും ഒരു ചരടിൽ ഒരുമിച്ച് പരസ്പരം കെട്ടിയിട്ട് എവിടെയെങ്കിലും ഒരുമിച്ച് ഇരുന്നത് കൊണ്ടോ ഞങ്ങളൊക്കെ ഒന്നാണ് എന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നുമല്ല, മറിച്ച് അത് സ്വാഭാവികമാണ്. നേരെ തിരിച്ച് ഒരുമിച്ച് ഒരേ സ്ഥലത്തിരിക്കുകയാണ്, ഒരുമിച്ച് പ്രസംഗിക്കുകയാണ്, അല്ലെങ്കിൽ ഒരേ പാർട്ടിയിൽ മെമ്പർമാരാണ്, പക്ഷേ പറയുന്ന രണ്ടാണ് എങ്കിൽ, പ്രചരിപ്പിക്കുന്ന ദഅവത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവും ഇത് രണ്ടാണ്, ഇതൊന്നല്ല, ആളുകൾക്ക് മനസ്സിലാവും. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഐക്യത്തിൻ്റെ യഥാർത്ഥ മാനദണ്ഡം എന്താണ്? അത് ഖുർആനും സുന്നത്തും നമ്മുടെ മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ സ്വീകരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, മുൻഗാമികളായ ആളുകൾ എഴുതിയത്, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം എഴുതിയത് ഒരാൾ വായിക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്ന ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം എഴുതിയത് ഒരാൾ വായിക്കുകയാണ്. ആധുനിക കാലത്തെ മഹാന്മാരായ പണ്ഡിതന്മാർ ബിൻ ബാസ്, ഇബ്നു ഉസൈമീൻ അവരെ പോലെയുള്ളവരുടെ എഴുത്തുകൾ ഒരാൾ വായിക്കുകയാണ്. ഒരാൾക്ക് മനസ്സിലാവും ഇവരൊക്കെ ഒരേ വഴിയിലാണ്. ഇതെല്ലാം ഒരേ മിഷ്കാത്തിൽ, ഒരേ വിളക്കുമാടത്തിൽ നിന്നെടുത്ത പ്രകാശമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് എന്ന് ആളുകൾക്ക് മനസ്സിലാവും. അതാണ് ഹക്കിൻ്റെ പ്രത്യേകത. അതാണ്. അതല്ലാതെ നമ്മൾ എങ്ങനെ ഏച്ചുകെട്ടിയാലും
അത് മുളച്ചിരിക്കും. ഈ ഒരു കാര്യം, ഈ ഒരു അസ്ൽ പാലിച്ചില്ല എങ്കിൽ ഉറപ്പാണ്, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹു എന്താണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്? വഅല്ലഫ ബൈന ഖുലൂബിഹിം, അള്ളാഹു അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ കോർത്തിണക്കി, ആ ഹൃദയങ്ങൾ തമ്മിൽ രഞ്ജിപ്പും സ്നേഹവും ഉണ്ടാക്കി, ഇണക്കമുണ്ടാക്കി. ലൗ അൻഫഖ്ത മാ ഫിൽ അർദി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം വലാകിന്ന അല്ലാഹ അല്ലഫ ബൈനഹും ഇന്നഹു അസീസുൻ ഹകീം. ഓ നബിയെ, താങ്കൾ ഭൂമിയിലുള്ളത് മുഴുവൻ ചെലവഴിച്ചാലും, ഭൂമിയിലുള്ള സ്വർണവും വെള്ളിയും രത്നങ്ങളും എല്ലാ സമ്പത്തും താങ്കൾ ചെലവഴിച്ചുവെങ്കിൽ പോലും അവരുടെ ഹൃദയങ്ങളെ കൂട്ടിയിണക്കാൻ താങ്കൾക്ക് സാധ്യമല്ല. വലാകിന്ന അല്ലാഹ അല്ലഫ ബൈനഹും, അള്ളാഹുവാണ് അവരെ പരസ്പരം കൂട്ടിയിണക്കിയത്, അവർ തമ്മിൽ ഇണക്കവും സ്നേഹവും ഉണ്ടാക്കിയത്. ഇന്നഹു അസീസുൻ ഹകീം, അള്ളാഹു അസീസാണ്, ഏറ്റവും പ്രതാപമുള്ളവനാണ്, അങ്ങേയറ്റത്തെ ഹിക്മത്തുള്ളവനാണ്, യുക്തിയുള്ളവനാണ്. നോക്കൂ, സമ്പത്ത് കൊണ്ടോ മറ്റു ദുനിയാവിൻ്റെ വിഭവങ്ങൾ കൊണ്ടോ നമുക്ക് ആളുകൾക്കിടയിൽ യഥാർത്ഥ ഐക്യമുണ്ടാക്കിയെടുക്കാൻ കഴിയില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. മറിച്ച് യഥാർത്ഥ ഐക്യം നിലനിൽക്കുന്ന ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടാകണോ, അവർ ഒരേ ദീനിലായിരിക്കണം, ഒരേ ആശയത്തിലായിരിക്കണം, ഒരേ ഈമാനിലായിരിക്കണം. എങ്കിലാണ് അവർ തമ്മിൽ യോജിപ്പുണ്ടാവുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ യഥാവിധി ഐക്യപ്പെടുന്ന, യഥാവിധി കിതാബും സുന്നത്തും മുൻഗാമികളുടെ മൻഹജും പിൻപറ്റുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിന് പ്രാർത്ഥിക്കണം സഹോദരങ്ങൾ. കാരണം വഴികേടുകൾ വർദ്ധിച്ച, ദലാലത്തുകൾ വർദ്ധിച്ച കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാദിറു ബിൽ അഅമാലി ഫിതനൻ കഖിത്അഇൽ ലൈലിൽ മുദ്ലിം യുസ്ബിഹു الرجل മുഅ്മിനൻ വയുംസി കാഫിറൻ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറൻ യബിഉ ദീനഹു ബിഅറദിൻ മിനദ് ദുനിയ. നിങ്ങൾ ഇരുണ്ട രാത്രിയുടെ കഷ്ണങ്ങൾ കണക്കെ ഫിത്നകൾ, കുഴപ്പങ്ങൾ, പരീക്ഷണങ്ങളുടെ കാലം വരുന്നതിന് മുൻപ് ആ കാലത്ത് നിങ്ങൾ എന്തു ചെയ്യുക? സൽക്കർമ്മങ്ങളുമായി മുന്നേറുക. അങ്ങനെയുള്ള കാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? യുസ്ബിഹു റജുൽ മുഅ്മിനൻ വയുംസി കാഫിറൻ, രാവിലെ മുഅ്മിനായിരുന്നവൻ വൈകുന്നേരം കാഫിറായിട്ടുണ്ടാകും. വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറൻ, വൈകുന്നേരം മുഅ്മിനായിരുന്നവൻ രാവിലെ കാഫിറായിട്ടുണ്ടാകും. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഈമാനും കുഫറും മാറി മറിയുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ, ഈ ഉമ്മത്തിനെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതുകൊണ്ട് ഈമാനാണ് ഈ പോയി പോകുന്നത്. ആലോചിച്ച് നോക്കണം. യബിഉ ദീനഹു ബിഅറദിൻ മിനദ് ദുനിയ, ദുനിയാവിൻ്റെ തുച്ഛമായ ലാഭങ്ങൾക്ക് വേണ്ടി ആളുകൾ തൻ്റെ ദീൻ വിറ്റുകളയും. അങ്ങനെയുള്ള കാലം വരും. അങ്ങനെയുള്ള കാലത്ത് പരീക്ഷണങ്ങളിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു ഉറപ്പിച്ചു നിർത്തിയവർക്കല്ലാതെ സാധ്യമല്ല. നമ്മളാരും നമ്മുടെ അറിവിലോ നമ്മുടെ സാമർഥ്യത്തിലോ നമ്മുടെ ബുദ്ധിയിലോ ഒന്നും കാര്യങ്ങൾ അവലംബിച്ച് കളയരുത്. അള്ളാഹുവിൽ മാത്രം കാര്യം അവലംബിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം രൂപത്തിൽ തവസ്സുൽ നടത്തിയിട്ടാണ് ഹൃദയത്തെ തെറ്റിച്ച് കളയരുതേ റബ്ബേ എന്ന് ദുആ ചെയ്തത്. അല്ലാഹുമ്മ ലക അസ്ലംതു വബിക ആമൻതു വഅലൈക തവക്കൽതു വഇലൈക അനബ്തു വബിക ഖസംതു. ഇതെല്ലാം റബ്ബിൻ്റെ മുന്നിൽ പറയുക. അതെല്ലാം തവസ്സുലിൻ്റെ രൂപങ്ങളാണ്. അല്ലാഹു, ഞാൻ നിനക്ക് കീഴ്പ്പെട്ട മുസ്ലിമായിരിക്കും, ഞാൻ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു. അല്ലാഹുമ്മ ലക അസ്ലംതു വബിക ആമൻതു വഅലൈക തവക്കൽതു, ഞാൻ നിന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. വഇലൈക അനബ്തു, ഞാൻ നിന്നിലേക്ക് കേണു മടങ്ങിയിരിക്കുന്നു. വബിക ഖസംതു, നീ മുഖേനയാണ് എൻ്റെ എതിരാളികളോട് ഞാൻ എൻ്റെ വാദങ്ങൾ ഉന്നയിക്കുന്നത്. ഇതെല്ലാം റബ്ബിൻ്റെ മുന്നിൽ കേണു പറഞ്ഞുകൊണ്ട്, ഇതെല്ലാം തവസ്സുലിൻ്റെ ഇനമാണ്. അവനവൻ്റെ ദൗർബല്യവും അള്ളാഹുവിന് വേണ്ടി ചെയ്ത കാര്യവും എടുത്തു പറഞ്ഞ് ദുആ ചെയ്യുകയാണ്. എന്നിട്ട് എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തേടുന്നത്? അഊദു ബിഇസ്സതിക ലാ ഇലാഹ ഇല്ലാ അൻത അൻ തുദില്ലനി അൻതൽ ഹയ്യുൽ ലദീ ലാ യമൂത് വൽ ജിന്നു വൽ ഇൻസു യമൂതൂൻ. ദുആയിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും തവസ്സുൽ വന്നത് നോക്കൂ നിങ്ങൾ. ദുആക്ക് അള്ളാഹു ഉത്തരം ലഭിക്കാനാണ് ഇതുപോലുള്ള തവസ്സുലിൻ്റെ വാചകങ്ങൾ നമ്മൾ പറയുന്നത്. അത് മുഖേന അള്ളാഹുവിനോട് തേടുകയാണ്. അഊദു ബിഇസ്സതിക, അള്ളാഹുവെ നിൻ്റെ പ്രതാപം മുഖേന, നിൻ്റെ ഇസ്സത്ത് മുഖേന ഞാൻ നിന്നോട് കാവൽ തേടുന്നു, രക്ഷ തേടുന്നു. അൻ തുദില്ലനി, അള്ളാഹുവെ നീ എന്നെ വഴികേടിലാക്കി കളയരുത്. അഊദു ബിഇസ്സതിക ലാ ഇലാഹ ഇല്ലാ അൻത, അള്ളാഹുവെ നിൻ്റെ ഇസ്സത്ത് മുഖേന ഞാൻ നിന്നോട് കാവൽ തേടുന്നു, നീ അല്ലാതെ ഒരു ഇലാഹില്ല. അൻ തുദില്ലനി,
നീ എന്നെ പിഴപ്പിച്ച് കളയുന്നതിൽ നിന്നും. അൻതൽ ഹയ്യുല്ലദീ ലാ യമൂത്ത്, നീയാണ് ഒരിക്കലും മരിക്കാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. അൽ ഹൈ വൽ ജിന്നു വൽ ഇൻസു യമൂത്തൂൻ, മനുഷ്യരും ജിന്നുകളുമെല്ലാം മരിച്ചു പോകുന്നവരാണ്. അവരിൽ ആരിലും ഭരമേൽപ്പിച്ചിട്ട് കാര്യമില്ല, അവരിലാവരിലും അവലംബിച്ചിട്ട് കാര്യമില്ല, അവരോട് ആരോടും തേടിയിട്ട് കാര്യമില്ല. എന്തെല്ലാം രൂപത്തിൽ തവസ്സുലാക്കിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് തേടുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരത്തിന് എഴുന്നേറ്റ് നിന്നാൽ പ്രാരംഭ പ്രാർത്ഥനയായി തേടിയിരുന്ന ദുആ, ആ ദുആകളിൽ ഒന്നെന്താണ്? അല്ലാഹുമ്മ റബ്ബ ജബ്രായീല വമീകായീല വഇസ്രാഫീൽ ഫാത്തിറ السماوات والأرض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون اهدني لما اختلف فيه من الحق بإذنك إنك تهدي من تشاء إلى صراط مستقيم. അല്ലാഹുവേ, ജിബ്രീലിൻ്റെയും മീകായിലിൻ്റെയും ഇസ്രാഫീലിൻ്റെയും റബ്ബായവനെ, ആകാശഭൂമികളെ പടച്ചവനെ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനെ, നീ നിൻ്റെ അടിമകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിലായ കാര്യത്തിൽ അവർക്കിടയിൽ തീർപ്പ് പറയുന്നവനാണ്, വിധി കൽപ്പിക്കുന്നവനാണ്. അല്ലാഹുവേ, അവർ അഭിപ്രായ വ്യത്യാസത്തിലായ കാര്യത്തിൽ നിൻ്റെ അനുമതിയാൽ നീ എന്നെ ഹക്കിലേക്ക്, സത്യത്തിലേക്ക് നയിക്കണമേ. നീയാണ് ആളുകളെ സന്മാർഗത്തിലേക്ക്, നേരായ വഴിയിലേക്ക് നയിക്കുന്നവൻ. ജിബ്രീലിൻ്റെ, മീകായിലിൻ്റെ, ഇസ്രാഫീലിൻ്റെ റബ്ബായവനെ എന്ന് വിളിച്ചിട്ടാണ് തുടങ്ങുന്നത്. 3 മലക്കുകളെ അള്ളാഹു 3 ജീവിതം അതുമായി ബന്ധപ്പെട്ട ജോലി ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ്. 3 ഹയാത്തുകൾ. ജിബ്രീൽ അലൈഹിസ്സലാം വഹി ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്. വഹി മുഖേനയാണ് ഹൃദയങ്ങൾക്ക് ജീവൻ ലഭിക്കുന്നത്. വഹിയുടെ പ്രകാശം കിട്ടാത്ത ഹൃദയങ്ങൾ ചത്ത ജീവനുകളാണ്. മീകായിൽ മഴ ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്. മഴ മുഖേനയാണ് ദുനിയാവിൽ, ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ എല്ലാം ചത്തുണങ്ങിപ്പോകും. ഇസ്രാഫീൽ ഈ ലോകം നശിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ അവസാനിക്കാത്ത ജീവിതത്തിലേക്കുള്ള വിളിയാളമാകുന്ന കാഹളത്തിൽ ഊതുന്ന മലക്കാണ് ഇസ്രാഫീൽ. ഈ 3 ജീവിതങ്ങൾ ഈ മലക്കുകളെ അല്ലാഹു റബ്ബുൽ ആലമീൻ ജോലിയായി ഏൽപ്പിച്ചിരിക്കുന്നു. അവരുടെ റബ്ബായ അല്ലാഹു എന്ന് വിളിച്ചിട്ടാണ് ഈ തേടുന്നത്. ജനങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായ കാര്യത്തിൽ അല്ലാഹു നീ എന്നെ ഹക്കിലേക്ക് നയിക്കണം. നമ്മൾ ഓരോരുത്തരും, പഠിച്ചവരാകട്ടെ പഠിക്കാത്തവരാകട്ടെ, പണമുള്ളവനാകട്ടെ അല്ലാത്തവനാകട്ടെ, യുവാക്കളാകട്ടെ വൃദ്ധരാകട്ടെ, പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ, എല്ലാവരും അള്ളാഹുവിനോട് തേടേണ്ട തേട്ടമാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. കാരണം സഹോദരങ്ങളെ, ഹിദായത്തിൽ ഉറച്ചു നിൽക്കാൻ നമ്മുടെ സാമർഥ്യം മതിയാവുകയില്ല, ബുദ്ധി മതിയാവുകയില്ല, നമ്മുടെ ഇൽമു അറിയാൻ മതിയാവുകയില്ല. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഇല്ല എങ്കിൽ, അള്ളാഹു പിടിച്ചു നിർത്തിയില്ല എങ്കിൽ. ثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة ويضل الله الظالمين ويفعل الله ما يشاء. يثبت الله الذين آمنوا, അല്ലാഹുവാണ് മുഅ്മിനുകളെ ഉറപ്പിച്ചു നിർത്തുന്നവൻ, അവർക്ക് സ്ഥൈര്യം നൽകുന്നവൻ. ബിൽഖൗലി സാബിത്ത്, ഉറച്ച വാക്കുകൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കുകൊണ്ട് അവർ ഉറപ്പിച്ചു നിർത്തുന്നവൻ റബ്ബാണ്. ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ഈ ലോകത്തും പരലോകത്തും. ഖബറിൽ നിന്നെ ഉറപ്പിച്ചു നിർത്തേണ്ട റബ്ബാണ്. മരണവേളയിൽ കിടക്കുമ്പോൾ ഇബ്ലീസ് യഹൂദി ആയിക്കോളൂ നീ, നസ്രാനി ആയിക്കോളൂ നീ എന്ന് പറഞ്ഞ് നിൻ്റെ അരികിൽ വരുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിൽ നിന്ന് ഉറപ്പിച്ചു നിർത്തേണ്ട റബ്ബാണ്, അല്ലാഹുവാണ്. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സകാ മിൻകും മിൻ അഹദിൻ അബദ. അള്ളാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളിൽ ഒരാളും പരിശുദ്ധി പ്രാപിക്കുമായിരുന്നു, ഒരാളും, ഒരു മനുഷ്യനും. നമുക്ക് ഹിദായത്ത് നിലനിർത്തി തരേണ്ട റബ്ബ്. അതുകൊണ്ട് റബ്ബിലേക്ക് കേണുമടങ്ങുക. അവനോട് ഹിദായത്ത് പോലെ, അതിലുറപ്പിച്ചു നിർത്താനുള്ള തേട്ടം പോലെ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാനില്ല. അതിനോളം വലിയൊരു ചോദ്യം ചോദിക്കാനില്ല, അതിനോളം വലിയൊരു തേട്ടം ഇല്ല. ഹിദായത്തിന് വേണ്ടിയുള്ള, അതിലുറപ്പിച്ചു നിർത്താൻ വേണ്ടിയുള്ള, അവൻ ഇബാദത്ത് ചെയ്യാനുള്ള, അതിന് ഉള്ള സഹായത്തിന് വേണ്ടിയുള്ള ചോദ്യം, ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ. അതുകൊണ്ട് അത് മറക്കാതെ അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അതിൽ ആ ഐക്യത്തിൽ, സത്യത്തിൽ ജനങ്ങൾ ഉറപ്പിച്ചു നിർത്തുന്ന കാര്യം എന്ന് പറയുന്നത് അത് ഖുർആനും സുന്നത്തുമാണ്. അതാണ് ഐക്യത്തിനുള്ള വഴി. തമസ്സക് ബിഹബ്ലില്ലാഹ്, നീ അള്ളാഹുവിൻ്റെ കയറിൽ മുറുകെ പിടിക്കുക. വത്തബിഇൽ ഹുദാ, നീ ഹുദാ വെളിച്ചം പിൻപറ്റുക, സന്മാർഗം പിൻപറ്റുക.
എന്താണ് വെളിച്ചം? ലോകം ഒന്നാകെ ഇരുട്ടിലാണ് നുബൂവത്തിൻ്റെ വെളിച്ചമില്ല എങ്കിൽ. നുബൂവത്തിൻ്റെ സൂര്യൻ ഉദിക്കാത്ത ലോകം അത് ശപിക്കപ്പെട്ട ലോകമാണ്. നുബൂവത്തിൻ്റെ വെളിച്ചം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന വെളിച്ചം കടന്നു കയറാത്ത ഹൃദയങ്ങൾ ഇരുട്ടിലമർന്ന ഹൃദയങ്ങളാണ്. അത് സ്വീകരിക്കാത്ത ബുദ്ധി പിഴച്ച ബുദ്ധിയാണ്. ഇന്ന അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. ഓ നബിയെ, നാം താങ്കളെ നിയോഗിച്ചിരിക്കുന്നു ഷാഹിദൻ, സാക്ഷിയായി. ജനങ്ങൾക്കെല്ലാം ഉള്ള സാക്ഷിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വീകരിച്ചവർക്ക് അനുകൂലമായ സാക്ഷ്യം, സ്വീകരിക്കാത്തവർക്കെതിരാകുന്ന സാക്ഷ്യം. വമുബശ്ശിറൻ വനദീറ, സന്തോഷവാർത്ത അറിയിക്കുന്നവർ. ഈ സന്മാർഗം സ്വീകരിച്ചവർക്ക് വിജയമുണ്ടെന്ന സന്തോഷവാർത്ത, അല്ലാത്തവർക്ക് ശിക്ഷയുണ്ടെന്ന താക്കീത് നൽകുന്ന നദീർ. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, അള്ളാഹുവിൻ്റെ അനുമതിയോടെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകനായി. വസിറാജൻ മുനീറ, പ്രകാശിക്കുന്ന വിളക്കായി നബിയെ താങ്കളെ നാം നിയോഗിച്ചിരിക്കുന്നു. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന വഹീൻ്റെ പ്രകാശമില്ലേ, ലോകമിരുട്ടിലാണ്. ഭക്ഷണത്തെക്കാൾ, വെള്ളത്തെക്കാൾ, സൂര്യൻ്റെ വെളിച്ചത്തെക്കാൾ, മഴയാൽ നമുക്ക് ലഭിക്കുന്ന വെള്ളത്തെക്കാൾ നമുക്ക് ആവശ്യമുണ്ടെന്ത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിജ്ഞാനം, നബിമാർ കൊണ്ടുവന്ന കാര്യം. അതുകൊണ്ടാണ് അള്ളാഹു ലോകർക്ക് മുഴുവൻ കാരുണ്യമായിക്കൊണ്ടാണ് അള്ളാഹുവിൻ്റെ നബിമാരെ നിയോഗിക്കുന്നത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബിയെ ലോകർക്ക് മുഴുവൻ കാരുണ്യമായിക്കൊണ്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല. വത്തബിഇൽ ഹുദ, ആ ഹിദായത്ത് നീ പിൻപറ്റുക. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചത് ആ ഹുദായുമായാണ്. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലൽ ദീനി കുല്ലഹി വലൗ കരിഹൽ മുശ്രികൂൻ. അള്ളാഹുവാണ് അവൻ്റെ റസൂലിനെ രണ്ട് കാര്യങ്ങളുമായി നിയോഗിച്ചത്. ഏതാണ് രണ്ട് കാര്യങ്ങൾ? ബിൽ ഹുദ ദീനിൽ ഹഖ്. എന്നാൽ ഹുദ എന്ന് പറഞ്ഞാൽ സന്മാർഗമാണ്, വെളിച്ചമാണ്. വദീനുൽ ഹഖ്, സത്യദീനാണ്. സന്മാർഗം, ഈ വെളിച്ചം എന്ന് പറഞ്ഞാൽ അത് ഉപകാരപ്രദമായ വിജ്ഞാനമാണ്. ദീനുൽ ഹഖ് എന്ന് പറഞ്ഞാൽ അത് സാലിഹായ അമലാണ്. തഫ്സീറുകളിൽ നമുക്കത് കാണാം. ബിൽ ഹുദ വദീനുൽ ഹഖ്, ഇത് രണ്ടും ഉണ്ടായാലേ ഒരാൾ വിജയിക്കുകയുള്ളൂ. അൽ ഹുദ എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ ഉപകാരപ്രദമായ വിജ്ഞാനമാണ്. എന്നാൽ അത് പഠിച്ചാൽ അയാൾ അത് പ്രാവർത്തികമാക്കണം. അമലു സാലിഹ് അത് വേണം. ഇതില്ലാത്ത രണ്ട് കക്ഷികളെ നോക്കൂ നിങ്ങൾ. രണ്ട് വഴിക്ക് തെറ്റിപ്പോയവർ, യഹൂദികളും നസ്രാനികളും. ഒരു കൂട്ടർക്ക് അറിവുണ്ട്, പക്ഷെ അത് സ്വീകരിച്ചില്ല. അഹങ്കാരവും താൻ പോരുമയും ഒക്കെ കൊണ്ട് അത് തള്ളിക്കളഞ്ഞു. മറ്റൊരു കൂട്ടർ എന്തൊക്കെയോ ചെയ്തു കൂട്ടി, പക്ഷെ അതെല്ലാം നേരായ വെളിച്ചത്തിൻ്റെ നേരായ വഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല. എന്തൊക്കെയോ ചെയ്തു, അള്ളാഹുവിന് വേണ്ടി ചെയ്തു, പക്ഷേ അതൊന്നും സ്വീകരിക്കപ്പെടുകയില്ല. എന്തുകൊണ്ടാണ്? യഥാർത്ഥ വെളിച്ചത്തിൻ്റെ വഹീൻ്റെ പിൻബലം അതിലില്ല എന്നതുകൊണ്ട്. അങ്ങനെ നീ ആകരുത്, മറിച്ച് എന്ത് ചെയ്യുക? വത്തബിഇൽ ഹുദ, നീ ഹിദായത്ത് പിൻപറ്റുക. അതുകൊണ്ടാണ് തൊട്ടുടനെ എന്തു പറഞ്ഞത്? വലാ തകു ബിദ്ഇയ്യൻ ലഅല്ലക തുഫ്ലഹു, നീ ആരായി പോകരുത്. വലാ തകു ബിദ്ഇയ്യൻ, ഇത് ബിദ്അത്തുകാരനാകരുത്. ലഅല്ലക തുഫ്ലഹു, എങ്കിൽ നിനക്ക് വിജയിക്കാം. സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും മുൻഗാമിയായ ഈ ഇമാം എഴുതിയ ഈ കവിതയിൽ ഒന്നാമത്തെ വരിയിൽ നമുക്ക് നൽകിയ ഉപദേശം എന്താണ്? വലാ തകു ബിദ്ഇയ്യൻ, നീ ഒരു ബിദ്അത്തുകാരനാകരുത്. അപ്പോൾ ബിദ്അത്തുകളെ കുറിച്ച് താക്കീത് നൽകുക എന്നത് അഹ്ലുസുന്നത്തിൻ്റെ വഴിയാണ്, അവരുടെ മാർഗമാണ്. എന്ത് ബിദ്അത്ത്? ചില ആളുകളുടെ വർത്തമാനം കേട്ടാൽ ദുനിയാവിൽ ബിദ്അത്ത് എന്നൊരു സംഗതിയേ ഇല്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം അവരുടെ വാദപ്രകാരം ഏത് ബിദ്അത്തിനെയാണ് ബിദ്അത്തുൻ ഹസനത്തുൻ എന്ന വഴിയിൽ പെടുത്താൻ സാധിക്കാത്തത്? എല്ലാത്തിനും പെടുത്താലോ. നബിദിനം ബിദ്അത്തുൻ ഹസന, റാത്തിബുകൾ ബിദ്അത്തുൻ ഹസന, മൗലിദുകൾ ബിദ്അത്തുൻ ഹസന, ഒക്കെ ബിദ്അത്തുൻ ഹസന. പിന്നെ ഏതാണ് തെറ്റായ ബിദ്അത്തായിത്തീരുക? എന്താണ് നിങ്ങൾക്ക് അതിനൊരു മാനദണ്ഡം വെക്കാനുള്ളത്? ഒന്നും വെക്കാൻ സാധിക്കുകയില്ല, ഒന്നും വെക്കാൻ സാധിക്കും. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതില്ലെന്ന് ഒരുത്തൻ പുറത്തേക്ക് കടന്നാൽ പിന്നെ അവൻ കുഴി പോയി ചാടും, രക്ഷപ്പെടാൻ കഴിയാത്ത കുഴിയിൽ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിലേക്ക് തിരിച്ചു വരിക അല്ലാതെ വേറെ വഴിയില്ല. അതിൽ നിന്ന് ഉരുളും നേന കൂടുതൽ ആണ്ടാണ്ട് പോകും, അതേ സംഭവിക്കുള്ളൂ.
അതേ സംഭവിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്? ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ദലാല വകുല്ല ദലാലത്തിൻ ഫിന്നാർ. ദീനിൽ പുതുതായി ഉണ്ടായ കാര്യങ്ങളെല്ലാം ബിദ്അത്തുകളാണ്. ബിദ്അത്തുകളെല്ലാം ദുർമാർഗമാണ്, അതെല്ലാം നരകത്തിനാണ്. അതിൽ നിന്നൊന്നും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞു വന്നത് നോക്കൂ നിങ്ങൾ, ബിദ്അത്തുകളെക്കുറിച്ച് താക്കീത് ചെയ്യുക എന്നത് മുൻഗാമികളുടെ വഴിയാണ്. അതേക്കുറിച്ച് പറഞ്ഞു തരിക എന്നത് ഇമാമിങ്ങൾ നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് നീ ബിദ്അത്തുകൾക്കെതിരെ സംസാരിക്കുന്നുണ്ടോ, ഇമാമിങ്ങളുടെ വഴിയിലാണ്, മുൻഗാമികളുടെ മാർഗത്തിലാണ്. അതിലൊരു അപമാനവും തോന്നേണ്ടതില്ല, ഒരു അപകർഷതാബോധവും തോന്നേണ്ടതില്ല, മറിച്ച് അഭിമാനം തോന്നുക. ആ വഴിയിലാണ് എന്നതിൽ അഭിമാനിക്കുക. ഇത്രയും മുൻഗാമിയായ ഇമാം അബൂ ദാവൂദിൻ്റെ മകനായ മറ്റൊരു ഇമാമാണ് ഈ പറയും, വലാ തകു ബിദ്അയ്യൻ, ബിദ്അത്തുകാരനാകരുത്, ലഅല്ലക തുഫ്ലിഹു, വിജയിക്കാം. അതുകൊണ്ട് ബിദ്അത്തുകൾക്കെതിരിൽ സംസാരിച്ചോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിനാണ്, സഹാബത്തിൻ്റെ മാർഗത്തിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര തവണയാണ് ബിദ്അത്തിനെതിരിൽ താക്കീത് പറഞ്ഞത്? നബിയുടെ ഖുത്ബത്തുൽ ഹാജ, പ്രസംഗങ്ങളുടെ തുടക്കത്തിൽ പറയുന്ന വാക്കാണെന്ത്? ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ദലാല വകുല്ല ദലാലത്തിൻ ഫിന്നാർ. അർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന വസിയത്തുകളിൽ ഒന്നിൽ ഉള്ളത് എന്താണ്? വയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, നിങ്ങൾ ദീനിൽ പുതുതായി ഉണ്ടായതിന് അങ്ങനെയുള്ള കാര്യങ്ങളെ സൂക്ഷിക്കുക. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ദലാല വകുല്ല ദലാലത്തിൻ ഫിന്നാർ. സഹാബത്ത് താക്കീത് നൽകിയിട്ടില്ലേ? ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഇത്തബിഉ വലാ തബ്തദിഉ, നിങ്ങൾ പിൻപറ്റുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പിൻപറ്റുക. വലാ തബ്തദിഉ, പുതിയത് ഉണ്ടാക്കരുത്. വഖദ് കുഫീതും, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, പുതുതായി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അല്ലേ? ആ ബിദ്അത്തിൻ്റെ ദിക്റുകൾ ചൊല്ലുന്നവരോട് എങ്ങനെയാണ് സഹാബത്ത് പ്രതികരിച്ചത്? എത്ര രൂക്ഷമായ ശൈലിയിലാണ് അവരെ വിരട്ടിയത്. അതുപോലെ നോക്കും മുൻഗാമികൾ അഹ്ലുസുന്നത്ത് ഇമാമുമാർ, അവരെല്ലാം ബിദ്അത്തുകൾക്കെതിരിൽ താക്കീത് നൽകിയത് നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് സഹോദരങ്ങൾ? കാരണം ബിദ്അത്തിന് ചില ലവാസിമുകളുണ്ട്. എന്താണ് ലവാസിം എന്ന് പറഞ്ഞാൽ, ഒരു ബിദ്അത്തിൻ്റെ വിശ്വാസമോ ഒരു പ്രവർത്തനമോ കൊണ്ടു നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ അറിഞ്ഞോ അറിയാതെയോ പറയുന്ന ചില വാദങ്ങളുണ്ട്. എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പുതിയത് എന്നാണ് ഭാഷയിൽ അതിൻ്റെ അർത്ഥം. ഭാഷയിൽ അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ല, ബദീഉസ് സമാവാതി വൽ അർദ്, ബദീഉസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും മുൻ മാതൃകയില്ലാതെ പടച്ചവനാണ് റബ്ബ്. എന്താണ് അതിൽ പറഞ്ഞ വാക്ക്? ബദീഉസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും മുൻ മാതൃകയില്ലാതെ പടച്ചവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാൻ കൽപ്പിച്ചു, ഖുൽ മാ കുൻതു ബിദ്അൻ മിനർ റസുൽ, പറയൂ നബിയെ, ഞാനൊരു പുതിയ ആളല്ല, മറിച്ച് എനിക്ക് മുൻപേ നബിമാർ വന്നിട്ടുണ്ട്. അള്ളാഹു മനുഷ്യർക്ക് വഹീ നൽകി നബിയായി നിയോഗിക്കുക എന്നതൊരു പുതിയ കാര്യമല്ല. അല്ല, യാസീൻ അൽ ഖുർആൻ അൽ ഹക്കീം ഇന്നക ലമിനൽ മുർസലീൻ, താങ്കൾ മുർസലുകളിൽ പെട്ടയാളാണ്, അഥവാ അള്ളാഹുവിൻ്റെ റസൂലുകളിൽ ഒരു റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. പക്ഷേ റസൂലുകൾ നിയോഗിക്കുക എന്നത് അള്ളാഹുവിൻ്റെ നടപടിക്രമമാണ്, അതൊരു പുതിയ കാര്യമല്ല. അതിൽ ആളുകൾക്ക് അത്ഭുതം വേണ്ടതില്ല. അകാന ലിന്നാസി അജബൻ അൻ ഔഹൈനാ ഇലാ റജുലിൻ മിൻഹും അൻ അൻദിരി الناس വബശ്ശിരി الذين آمنوا അന്ന ലഹും ഖദമ സിദ്ഖിൻ ഇൻദ റബ്ബിഹിം. അള്ളാഹു പറഞ്ഞു, ജനങ്ങൾക്ക് അത്ഭുതമായി പോയോ? അകാന ലിന്നാസി അജബൻ അൻ ഔഹൈനാ ഇലാ റജുലിൻ മിൻഹും, അവരിൽ നിന്ന് ഒരാൾക്ക് നാം വഹി നൽകി എന്നത് എൻ്റെ ആളുകൾക്ക് അത്ഭുതമായി പോയോ? അത് അത്ഭുതപ്പെടേണ്ട കാര്യമല്ല. റസൂലുകൾ അള്ളാഹു നേരത്തെ നിയോഗിച്ചിട്ടുണ്ട്. അവരിൽ അന്തിമനാണ് നമ്മുടെ റസൂൽ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നോക്കൂ, ഞാൻ റസൂലുകളിലൊരു പുതിയ ആളല്ല, പുതിയത് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാണ് ദീനിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദീനിലില്ലാത്തത് ദീനാണെന്ന് പറഞ്ഞു കൊണ്ടുവരിക. അതാണ് ബിദ്അത്ത്. ദീനിലില്ലാത്തൊരു കാര്യം ദീനാണെന്ന് പറയുക, ദീനില്ലാത്തൊരു വിശ്വാസം, ദീനിലില്ലാത്ത ഒരു പുതിയ വിശ്വാസം കൊണ്ടുവരിക, പുതിയൊരാശയം ദീനാണെന്ന് പറഞ്ഞ് കൊണ്ടുവരിക. ഉദാഹരണത്തിന് പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ
ഏറ്റവും ശ്രേഷ്ഠൻ ആലിയാണ് എന്നൊരുവൻ പറഞ്ഞാൽ അവൻ വലിയ ബിദ്അത്തിൽ ചാടിയിരിക്കുന്നു. മനസ്സിലായില്ലേ? അവനൊരു അമലും ചെയ്തിട്ടില്ല എങ്കിലും ഒരു പ്രവർത്തനവും പ്രവർത്തിച്ചിട്ടില്ല, എൻ്റെ ഒരു വിശ്വാസം വിശ്വസിച്ചു. കടുത്ത ബിദ്അത്താണത്. സഹാബത്തിൽ മഹാന്മാരായ സഹാബത്തിനെ തള്ളിക്കളയുക, അവർ മോശക്കാരാണെന്ന് പറയുക ഗുരുതരമായ ബിദ്അത്താണത്. കുഫറിൽ എത്തിച്ചേരുന്ന കാര്യമാണത്. മുസ്ലിമീങ്ങളെ കുഫറല്ലാത്ത അതിന് താഴെയുള്ള അവരുടെ തിന്മകളുടെ പേരിൽ കാഫറാക്കുക കടുത്ത ബിദ്അത്താണത്. മനസ്സിലായില്ലേ? കടുത്ത ബിദ്അത്താണത്. നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ടദുആയേക്കാൾ എത്രയോ മടങ്ങ് കടുത്ത ബിദ്അത്താണ്. മറ്റേത് അമലിലുള്ള ബിദ്അത്താണ്. ഇത് വിശ്വാസത്തിൽ സംഭവിച്ചിട്ടുള്ള ആശയപരമായി സംഭവിച്ചിട്ടുള്ള ബിദ്അത്ത് കൂടുതൽ ഗൗരവപ്പെട്ടതാണ്. മനസ്സിലായില്ല? അത് കൂടുതൽ ഗൗരവമുള്ളതാണ്. ഇതുപോലെ ഇതാണ് ഞാൻ ഉദാഹരണമായി പറഞ്ഞതാണ്. ഇങ്ങനെയുള്ള ബിദ്അത്തുകൾ ആരിലെങ്കിലും ഉണ്ടോ അവൻ അറിഞ്ഞോ അറിയാതെയോ വാദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അപകടം പിടിച്ച കാര്യങ്ങൾ. അതിനൊന്നാണ് ഈ ദീൻ പൂർത്തിയായിട്ടില്ല എന്ന് അവൻ വാദിക്കുകയാണ്. അല്ല എങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പലതും എത്തിച്ചു തരാതെ നമ്മെ വഞ്ചിച്ചു എന്ന് അവൻ നേർക്ക് നേരെ പറഞ്ഞാലും ഇല്ലെങ്കിലും അറിഞ്ഞോ അറിയാതെ അവൻ ഇത് വാദിക്കുകയാണ്. ദീൻ പൂർത്തിയായിട്ടില്ല, കാരണം അത് അള്ളാഹു ഈ ദീൻ പൂർത്തിയായി എന്ന് പറഞ്ഞു. അപ്പോൾ അതിലില്ലാത്തൊരു കാര്യം കൊണ്ടുവന്നാൽ എന്താണ് അർത്ഥം? ഈ ദീൻ പൂർത്തിയായിട്ടില്ല. ദീനിൽ നീ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം എന്താ? അള്ളാഹു ഒന്നും മറന്നു പോവുകയില്ല. വമാ കാന റബ്ബുക നസിയ്യാ, വമാ കാന റബ്ബുക നസിയ്യാ. ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് എൻ്റെ റബ്ബ് എന്ത് ചെയ്യുകയില്ല, അവൻ മറന്നു പോകുന്നവനല്ല. എൻ്റെ റബ്ബ് മറന്നു പോകുകയാണ്. മൂസ അലൈഹിസ്സലാം ഫിറഔനോട് പറഞ്ഞില്ലേ, ഖാല ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ, നീ പറഞ്ഞതാണ് സത്യമെങ്കിൽ പണ്ട് മൺമറിഞ്ഞു പോയ ആളുകളുടെയൊക്കെ സ്ഥിതി എന്താണ്? അവരൊക്കെ പഴച്ചവരാണോ എന്ന എക്കാലത്തെയും പഴച്ച കക്ഷികളുടെ ശപിക്കപ്പെട്ട വാദം, ന്യായം മൂസ അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, ഖാല ഇൽമുഹ ഇൻദ റബ്ബി ഫി കിതാബ് ലാ യദില്ലു റബ്ബി വലാ യൻസ. അവരെക്കുറിച്ചുള്ള അറിവ് എൻ്റെ റബ്ബിൻ്റെ പക്കലുണ്ട്. ലാ യദില്ലു റബ്ബി, എൻ്റെ റബ്ബിന് തെറ്റിപ്പോവുകയില്ല. വലാ യൻസ, എൻ്റെ റബ്ബ് മറന്നു പോവുകയില്ല. അള്ളാഹുവിന് മറക്കുകയില്ല സഹോദര. ദീനിലില്ലാത്തൊരു കാര്യം, കിതാബിലും സുന്നത്തിലും ഇല്ലാത്തൊരു കാര്യം അത് ദീനല്ല. അള്ളാഹു അത് ഉൾപ്പെടുത്താൻ വിട്ടുപോകുമോ? വിട്ടുപോവുകയില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അഹ്ദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, മൻ ആമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ ദീനിൽ ഇല്ലാത്തത് വല്ലതും പുതുതായി ആരെങ്കിലും ചെയ്താൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. ഈ ദീനിലില്ലാത്ത വല്ലതും ആരെങ്കിലും ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ബിദ്അത്തിൽ യാതൊരു ഖൈറുമില്ല, ഒരു നന്മയുമില്ല. മറിച്ച് ബിദ്അത്ത് അള്ളാഹുവിൻ്റെ കോപം വാങ്ങിത്തരും, റബ്ബിൻ്റെ തൃപ്തിയിൽ നിന്ന് നമ്മെ അകറ്റിക്കളയും. അള്ളാഹുവിൽ നിന്ന് നമ്മെ അകറ്റുന്നതാണ് ബിദ്അത്തുകൾ. അള്ളാഹുവിൻ്റെ കോപം നേടിത്തരുന്നതാണ് ബിദ്അത്തുകൾ. അതാണ് ബിദ്അത്തിൻ്റെ അപകടം എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, നസ്രാനികൾ അവർ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ചെയ്തത്. വറഹ്ബാനിയ്യതൻ ഇബ്തദഊഹാ മാ കതബ്നാഹാ അലൈഹിം ഇല്ല ഇബ്തിഗാഅ റിദ്വാനില്ലാഹ്. വറഹ്ബാനിയ്യതൻ ഇബ്തദഊഹാ, അവർ ഒരു കാര്യം പുതുതായി ഒരു ബിദ്അത്തായി കൊണ്ടുവന്നു. എന്താണത്? റഹ്ബാനിയ്യ. എന്താണ് റഹ്ബാനിയ്യ എന്ന് പറഞ്ഞാൽ? ബ്രഹ്മചര്യം, വിവാഹം കഴിക്കാതിരിക്കുക. എന്തിനു വേണ്ടി? അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ. അതിനുവേണ്ടിയാണ് വിവാഹബന്ധം ഉപേക്ഷിക്കുന്നത്. അള്ളാഹു പറഞ്ഞു, മാ കതബ്നാഹാ അലൈഹിം, നാം അവർക്കത് വിധിച്ചിട്ടില്ല, നാം അവർക്ക് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ അവരത് ചെയ്തത് എന്തിനു വേണ്ടിയാണ്? ഇല്ല ഇബ്തിഗാഅ റിദ്വാനില്ലാഹ്, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ചെയ്തത്. ഉദ്ദേശം നല്ലതാണ്, അതുകൊണ്ട് മതിയായോ? അതുകൊണ്ട് അള്ളാഹു സ്വീകരിച്ചോ? ഇല്ല, അള്ളാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് എൻ്റെ ഉദ്ദേശം നല്ലതാണ്, നബിയെ സ്നേഹിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്നേഹിച്ചിട്ട് ഒരാൾ ചെയ്തതിന് കുറ്റം കിട്ടുമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുന്നത് ബാത്തിലായ ചോദ്യമാണ്. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യത്തിന് ശിക്ഷ ലഭിക്കുമെന്നാണോ നിങ്ങൾ പറയുന്ന ഒരാൾ ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇത് അള്ളാഹു പറയുകയാണ്, നസ്രാനികൾ ആ ബിദ്അത്തായി ഉണ്ടാക്കിയ കാര്യം അവർ ചെയ്തത്
അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് എന്ന്. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് രക്ഷപ്പെടണോ എന്ത് ചെയ്യുക? തമസ്സക് ബിഹബ്ലില്ലാഹ്, അള്ളാഹുവിൻ്റെ പാശം, അവൻ്റെ കയർ മുറുകെ പിടിക്കുക. വത്തബിഉൽ ഹുദ, നീ സന്മാർഗം പിൻപറ്റുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹുദ, വെളിച്ചം, അത് പിൻപറ്റുക. വല തകു ബിദ്അയ്യൻ, ബിദ്അത്ത് ഉപേക്ഷിക്കുക. എങ്കിൽ നിനക്ക് വിജയിക്കാം. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വിജയിക്കാം. ലഅല്ലക തുഫ്ലിഹു, നിനക്ക് വിജയിക്കാം. ആ ഫലാഹിന് വേണ്ടിയാണ് നമ്മൾ കൊതിക്കുന്നത്. മുഅ്മിനുകൾ വിജയിക്കുമെന്നാണ് അള്ളാഹു പറഞ്ഞത്. ഖദ് അഫ്ലഹ അൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ വിജയിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തെ സൃഷ്ടിച്ചു. എന്നിട്ട് സ്വർഗത്തിനോട് റബ്ബ് പറഞ്ഞു, തകല്ലമി, നീ സംസാരിക്കുക. സ്വർഗം പറഞ്ഞു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ വിജയിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ആ മുഅ്മിനുകളിൽ നമ്മൾ ഉൾപ്പെടുക. നോക്കൂ നിങ്ങൾ, ആ സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ തുടക്കത്തിലെ ആയത്താണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. എന്നാൽ ആ സൂറത്തിൻ്റെ അവസാന ഭാഗം നിങ്ങൾ എടുത്തു നോക്കിയാൽ അതിൻ്റെ അവസാന ഭാഗത്തുള്ള ആയത്തിൽ നിങ്ങൾക്ക് കാണാം, ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. പല സൂറത്തുകൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം അതിൻ്റെ ആദ്യവും അവസാനവും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് ആ വിജയം നേടാത്ത, നഷ്ടക്കാരിലകപ്പെട്ടു പോകുന്ന അവിശ്വാസികൾ, നിഷേധികൾ നമ്മൾ പെട്ടുപോകരുത്. മുഅ്മിനുകളിൽ ഉൾപ്പെടാം. യഥാർത്ഥ മുഅ്മിനാകണം. എങ്കിൽ നീ അള്ളാഹുവിൻ്റെ കയറിൽ, ഖുർആനിൽ മുറുകെ പിടിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ, നബി കൊണ്ടുവന്ന സന്മാർഗത്തെ നീ പിൻപറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന സന്മാർഗത്തെ നീ പിൻപറ്റണം. വല തകു ബിദ്അയ്യൻ, ബിദ്അത്തുകൾ ഉപേക്ഷിക്കണം. ലഅല്ലക തുഫ്ലിഹു, എങ്കിൽ നിനക്ക് വിജയിക്കാം. നോക്കൂ നിങ്ങൾ, അതിന് ശേഷം വദിൻ ബി കിതാബില്ലാഹി വസ്സുനനില്ലതി അതത അർ റസൂലില്ലാഹി തൻജു വതർബഹു. കിതാബും സുന്നത്തും നീ നിൻ്റെ നടപടിയായി, നിൻ്റെ ദീനായി, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നീ ചെയ്യുന്ന അമലുകളുടെ അടിസ്ഥാനമായി സ്വീകരിച്ചു കൊള്ളുക. കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന സുന്നത്തുകളും. നോക്കൂ നിങ്ങൾ, നമ്മുടെ ദീനിൻ്റെ അടിസ്ഥാന പ്രമാണം എന്താണ്? ഖുർആനും സുന്നത്തുമാണ്. ദീനിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ, ഇസ്ലാമിൻ്റെ തെളിവുകൾ എന്താണ്? ഖുർആനും സുന്നത്തുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പഠിച്ചു വെക്കുക സഹോദരങ്ങളെ. ഇത് നമ്മുടെ ദീനിൻ്റെ അടിസ്ഥാന നിയമമാണ്. നിങ്ങൾ ഇത് ആവർത്തിച്ച് കേൾക്കുന്നതിൽ, വീണ്ടും കേൾക്കുന്നതിൽ ഒരിക്കലും മടുപ്പ് തോന്നരുത്. എന്ത്? ഖുർആനും സുന്നത്തും മടുപ്പ് തോന്നരുത്. എന്തുകൊണ്ടാണത്? കാരണം ദീനിൻ്റെ ഇതുപോലുള്ള മുസല്ലമാത്ത് അഥവാ സർവാംഗീകൃതമായ കാര്യങ്ങൾ, ഒരാൾക്കും തർക്കമില്ലാത്ത കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ ഇന്ന് ഇങ്ങനെയാണ് എങ്കിൽ നാളെ അങ്ങനെ ആകണമെന്നില്ല. നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. മനസ്സിലായില്ലേ? നാളെ അല്ല, ഇന്ന് തന്നെ അങ്ങനെ ഉണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. ഇന്ന് നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന കാര്യം നാളെ സംശയം ഉന്നയിക്കുന്നവൻ വരും. മനസ്സിലായില്ലേ? എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, അതുകൊണ്ട് നമ്മളിതിങ്ങനെ ആവർത്തിച്ച് പറയണോ എന്ന് വിചാരിക്കരുത്. മറിച്ച് ആവർത്തിച്ച് പറയുക. നമ്മുടെ ഇളം തലമുറയെ, നമ്മുടെ കുട്ടികളെ ആവർത്തിച്ച് ഇത് കൊണ്ടിരിക്കുക, പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം നാളെ നമ്മുടെ കാലശേഷം ആളുകൾ വരും ഇതിനെതിര് പഠിപ്പിക്കുന്ന, ഈ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യത്തിന് എതിര് പറയുന്നവൻ നാളെ വരും. അല്ല, ഇന്നലെ വരെ ഒരാൾക്കും ഇല്ലാതിരുന്ന പല കാര്യങ്ങളും ഇന്ന് തർക്ക വിഷയങ്ങളാണ്. പൊതുസമൂഹത്തിൽ നിങ്ങൾ നോക്കൂ. നിങ്ങൾ മാതാപിതാക്കളെ സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം, അവരോട് ആദരവ് പുലർത്തണം. കുറച്ച് കാലം മുമ്പ് ഏതെങ്കിലും ഒരു കാഫിർ അതിനെതിര് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുറച്ച് കാലം മുമ്പ് നമ്മളത് കേൾക്കാറില്ല, ആരും അങ്ങനെ പറയാറില്ല. ഇത് നോക്കൂ നിങ്ങൾ, ആളുകൾ പരസ്യമായി പറയുകയാണ്. എന്ത്? ഈ കുടുംബം എന്ന് പറയുന്ന കാര്യം അത് ഏറ്റവും വലിയ നാശമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു സിനിമ ഉണ്ടാക്കുന്ന ഒരാൾ പരസ്യമായി ആളുകളുടെ മുന്നിലിരുന്ന് പറയുകയാണ്, എന്ത്? ഞാനൊരു സിനിമ എടുത്തിട്ടുണ്ട്, ഞാൻ വിചാരിക്കുന്നു അത് കണ്ടിട്ടൊരു 10 ഡിവോഴ്സ് നടന്നാൽ എനിക്ക് അത്രയും സന്തോഷം. പരസ്യമായി അവൻ ആളുകളുടെ മുന്നിൽ പറയുകയാണ്.
നിങ്ങൾ കുറച്ച് കാലങ്ങൾക്കും ഇങ്ങനെ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ പരസ്യമായി? ഇതുപോലെ വേറൊരാൾ ഇതുപോലൊരു വൃത്തികേടിന് തുരിഞ്ഞ രണ്ടാളുകളോട് ചോദിക്കണം, പ്രകൃതി വിരുദ്ധമായ ഒരു കാര്യം ചെയ്ത രണ്ടുപേരോട് ചോദിക്കുകയാണെന്ത്, നിങ്ങൾ ആളുകളുമായി അഭിമുഖം നടത്തുന്ന ഒരാൾ രണ്ടുപേരോട് ചോദിക്കുകയാണ്, ഒരു തോന്നിവാസം ചെയ്ത രണ്ടുപേരോട്, വീട്ടിൽ നിന്നൊക്കെ പുറത്താക്കപ്പെട്ട രണ്ടുപേരോട് പറയുക. എന്താണ് അയാൾ ചോദിക്കുന്നത്? ജനങ്ങളൊക്കെ കൊട്ടിഘോഷിക്കാറുള്ള ഈ മാതാപിതാക്കളോടുള്ള ബാധ്യതയും മറ്റും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതിൽ ശരിയാണോ ചോദിക്കുകയാണ്. അതിനെ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്നവനും പറയുന്നവനും മറുപടി പറയുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇന്നലെ വരെ മുസല്ലമാത്തായിരുന്നു, അഥവാ സർവാംഗീകൃതമായ കാര്യങ്ങൾ ഇന്നങ്ങനെയല്ല. ഇതുപോലെ ഇന്ന് നിങ്ങൾക്ക് ആർക്കും ഒരു സംശയവുമില്ലാത്ത കാര്യങ്ങൾ അത് നാളെ അങ്ങനെ ആകണമെന്നില്ല. ആ രൂപത്തിലാണ് ശുഭത്തുകൾ, ദീനിൻ്റെ അടിസ്ഥാന തത്വങ്ങളെപ്പോലും ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഖുർആനും സുന്നത്തും സ്വീകരിക്കുക, ഖുർആനും സുന്നത്തും പിൻപറ്റി. ആവർത്തിച്ച് കേൾക്കുന്നതിൽ മടുപ്പ് വന്നരുത്, ആവർത്തിച്ച് പറയാൻ മടുക്കരുത്. അള്ളാഹുവിന് വേണ്ടി അത് പറഞ്ഞുകൊണ്ടിരിക്കുക, നസീഹത്തോടുകൂടി അത് പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മുടെ കുട്ടികൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം നാളെ ഇത് പറയാൻ ആളില്ലാതെ വരും, നാളെ ഇതിനെതിർ പറയുന്ന ആളുകൾ വരും. അവർ കണ്ടിട്ടില്ലെങ്കിൽ നമ്മളെ മക്കളെ അവർ കണ്ടേക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിലരെ പറഞ്ഞതുപോലെ ചിലർ വരാറുണ്ട്, ഞാനവരെ കണ്ടിട്ടില്ല, അല്ലേ? ഒരു കൂട്ടർ വരാറുണ്ട്, ഞാനവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കാണാത്ത കൂട്ടർ വരാനുണ്ടാകും. അതുകൊണ്ടാണ് സഹോദരങ്ങൾ നമ്മുടെ മുൻഗാമികൾ ഇക്കാര്യം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ അവർക്ക് സംശയമുള്ളത് കൊണ്ടല്ല, ആ നാട്ടിൽ ഈ സംശയത്തിന് ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ടല്ല. അള്ളാഹുവിൻ്റെ കിതാബ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾ സ്വീകരിക്കുക, ഇത് നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചത്. മഹാന്മാരായി ഇന്നും ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ ആവർത്തിച്ച് പറയുന്നത് വേറെ വിഷയമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് ഈ ദീനിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക. തൗഹീദ് പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഈമാൻ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക, ഇസ്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. മടുക്കരുത്, ഒരിക്കലും മടുക്കരുത്. അള്ളാഹുവിന് വേണ്ടിയാണോ എത്ര തവണ പറയുന്നു, ഇൻഷാ അല്ലാഹ് അത്രയും തവണ പ്രതിഫലമാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, നമ്മുടെ പ്രമാണങ്ങൾ, നമ്മുടെ ദീനിൻ്റെ തെളിവുകൾ ഖുർആനും സുന്നത്തുമാണ്. അള്ളാഹുവിൻ്റെ കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തും. കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തുക്കും അലാ ഷൈഅൈൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു. ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമ, നിങ്ങളത് മുറുകെ പിടിക്കുവോളം നിങ്ങൾ വഴിതെറ്റുകയില്ല. കിതാബുല്ലാഹ് വ സുന്നത്തു റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ കിതാബും അവൻ്റെ റസൂലിൻ്റെ സുന്നത്തും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മുറുകെ പിടിച്ചാൽ നമ്മൾ വഴിതെറ്റുകയില്ല. അതാണ് നമ്മുടെ തെളിവുകൾ, അതാണ് നമ്മുടെ ദീനിൻ്റെ തെളിവുകൾ. അതിനുശേഷമുള്ള കാര്യങ്ങൾ ഇജ്മാ എന്ന് പറയും, ഖിയാസ് എന്ന് പറയും, കേട്ടിട്ടുണ്ടാവും അങ്ങനെ പലതും. പക്ഷേ ആ കാര്യങ്ങളൊന്നും തന്നെ സ്വതന്ത്രമായ തെളിവുകളല്ല, ഖുർആനിനെയും സുന്നത്തിനെയും ആശ്രയിച്ച് നിൽക്കുന്ന തെളിവുകൾ മാത്രമാണ്. മനസ്സിലായില്ലേ? അടിസ്ഥാന പ്രമാണം ഖുർആനും സുന്നത്തുമാണ്. അതല്ലാത്ത കാര്യങ്ങൾ ഇജ്മാ, ഖിയാസ്, സഹാബിയുടെ ഖൗൽ, ഒരു സഹാബിയുടെ വാക്ക് പോലെയുള്ള കാര്യങ്ങൾ അത് സ്വതന്ത്രമായ പ്രമാണങ്ങളല്ല, പിന്നെയോ ഖുർആനിനെയും സുന്നത്തിനെയും ആശ്രയിച്ച് നിൽക്കുന്ന തെളിവുകൾ മാത്രമാണ്. അതിനെല്ലാം നിബന്ധനകളുണ്ട് സ്വീകരിക്കപ്പെടാൻ, അതിനെല്ലാം പല നിയമങ്ങളുണ്ട് സ്വീകരിക്കപ്പെടാൻ. എന്നാൽ ഖുർആനും സുന്നത്തും അത് നിരുപാധികം സ്വീകരിക്കേണ്ടതാണ്, ഒരു ഉപാധിയുമില്ല. മനസ്സിലായില്ലേ? ഖുർആനും സുന്നത്തും വന്നോ, അള്ളാഹു ഒരു കാര്യം ഹറാമാക്കിയോ അത് ഹറാമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ഹറാമാക്കിയത് ഹറാമാണ്. മനസ്സിലായില്ലേ? അതല്ലാതെ അവക്കിടയിൽ വേർതിരിവ് കൽപ്പിക്കുക എന്നത് ഒരിക്കലും പാടില്ലാത്തതാണ്. ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ അടിസ്ഥാന പ്രമാണങ്ങൾ. എന്നാണ് അടിസ്ഥാന പ്രമാണങ്ങൾ. ഖുർആനും സുന്നത്തും ഒരുപോലെ അള്ളാഹുവിൻ്റെ വഹിയാണ്. ഏതിനാണ് വ്യത്യാസമുള്ളത്, എവിടെയാണ് വ്യത്യാസമുള്ളത് ശ്രദ്ധിക്കുക. ഖുർആനും സുന്നത്തും യോജിക്കുന്നത് എവിടെയാണ്, വ്യത്യാസപ്പെടുന്നത് എവിടെയാണ്? ഖുർആനും സുന്നത്തും തമ്മിൽ തഹരീം തഹ്ലീലിൻ്റെ കാര്യത്തിൽ ഒരേപോലെയാണ്. ശ്രദ്ധിക്കുക, ഖുർആനിൽ ഒരു കാര്യം ഹറാമാണെന്ന് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഒരു കാര്യം ഹറാമാണെന്ന് വന്നാൽ രണ്ടും ഹറാമാണ്.
ഒരു കാര്യം ഖുർആനിൽ ഹറാമാണെന്ന് പറഞ്ഞാൽ അത് ഹറാമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഹറാമാണെന്ന് പറഞ്ഞാലും ഹറാമാണ്. ഖുർആനിൽ ഹറാമാണെന്ന് പറഞ്ഞ കാര്യം കൂടുതൽ ഹറാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഹറാമാണെന്ന് പറഞ്ഞാൽ അത് ഗൗരവം കുറഞ്ഞൊരു ഹറാം, അങ്ങനെ ഉണ്ടോ? ഇല്ല. മനസ്സിലായില്ലേ? ഹറാമാക്കുന്ന കാര്യത്തിൽ, ഹലാലാക്കുന്ന കാര്യത്തിൽ ഖുർആനും സുന്നത്തിനും ഒരേ സ്ഥാനമാണുള്ളത്. രണ്ടും അള്ളാഹുവിൻ്റെ വഹിയാണ്. അതേസമയം പാരായണത്തിൻ്റെ കാര്യത്തിൽ ഖുർആനും സുന്നത്തും ഒരുപോലെയാണോ? ഒരുപോലെയല്ല. ഖുർആൻ പാരായണം തന്നെ ഇബാദത്താണ്, കേവലം അത് ഓതുക അത് തന്നെ ഇബാദത്താണ്, ആരാധനയാണ്. എന്നാൽ ഹദീസുകൾ കേവല പാരായണം നടത്തുക ഇബാദത്താണോ? ഇബാദത്തല്ല. ഹദീസ് ഒരാൾ പഠിക്കാൻ ശ്രമിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഒരാൾ പഠിക്കുന്നു, അതിന് പ്രതിഫലമുണ്ട്. റസൂലുള്ളാഹിൻ്റെ വാക്ക് ഒരാൾ ഹിഫ്ളാക്കുന്നതിന് അതിൻ്റെതായ പ്രതിഫലമുണ്ട്, ദീൻ പഠിക്കുന്നതിൻ്റെ പ്രതിഫലമുണ്ട്, നബിയുടെ വാക്ക് പഠിക്കുന്നതിന് പ്രത്യേകം പ്രതിഫലമുണ്ട്. പക്ഷേ ഓതുന്നത് തന്നെ കേവല പാരായണം തന്നെ, ഒരാൾക്ക് ഒരു അർത്ഥവും അറിയില്ല, ഒന്നും അറിയില്ല, എങ്കിൽ പോലും ഖുർആൻ ഓതുന്നതിന് പ്രതിഫലമുണ്ട്, പാരായണം ചെയ്യുന്നത് അത് ഇബാദത്താണ്. ഒരക്ഷരം ഓതിയാൽ ഏറ്റവും ചുരുങ്ങിയത് 10 പ്രതിഫലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു കദാ വകദാ ഹസന വൽഹസനതു ബിഅശ്രി അംസാലിഹാ ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. ആരെങ്കിലും ഖുർആനിൽ നിന്ന് ഒരു അക്ഷരം പാരായണം ചെയ്താൽ അവന് ഇത്ര പ്രതിഫലമുണ്ട്. ഒരു നന്മ അത് അതിൻ്റെ 10 എണ്ണത്തിന് തുല്യമാണ്, 10 ഇരട്ടിയാണ്. ഖുർആനിൽ ഒരു അക്ഷരം പാരായണം ചെയ്താൽ ഏറ്റവും ചുരുങ്ങിയത് 10 പ്രതിഫലമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ പറയുകയില്ല അലിഫ് ലാം മീം ഹർഫ്, അലിഫ് ലാം മീം എന്ന് ഓതിയാൽ അതൊരൊറ്റ അക്ഷരമാണ് എന്ന് ഞാൻ പറയുകയില്ല. വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ്. അതുകൊണ്ട് ഖുർആനിൽ സഹോദര ഒരായത്ത് ഓതാൻ സാധിക്കുന്നത് നിസ്സാരമായി കാണരുത്. കുറച്ച് സമയമുണ്ട്, ഒരു പേജിൻ്റെ കാൽഭാഗം ഓതാൻ സമയമുണ്ട്, അത് നിസ്സാരമായി കാണണ്ട, അത് നിസ്സാരമായി കാണണ്ട, അത്രയും പ്രതിഫലമാണ്. സുബ്ഹാനല്ലാഹ്. ഇതിൽ ഖുർആനും ഹദീസും തമ്മിൽ വ്യത്യാസമുണ്ട്. അതേസമയം ഏതിൽ വ്യത്യാസമില്ല? തഹരീലിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസവുമില്ല. ഹറാമാക്കുന്ന കാര്യത്തിൽ, ഒരു കാര്യം ഹലാലാക്കുന്ന കാര്യത്തിൽ അത് ഖുർആനിൽ വന്നാലും ഹദീസിൽ വന്നാലും ഒരുപോലെയാണ്. ഞാൻ ഒന്നേ സ്വീകരിക്കൂ എന്ന് പറയുക പാടില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, അലാ യൂഷികു റജുലുൻ ശബ്ആനുൻ മുത്തകിഉൻ അലാ അരീകതിഹി. നല്ല വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ചാരുകസേരയിൽ ചാരിയിരുന്ന്, തൻ്റെ ഇരിപ്പിടത്തിൽ ചാരിയിരുന്ന് ഒരുവൻ പറയാൻ സമയമായിരിക്കുന്നു. യുഹദ്ദിസു ബിഹദീസിൻ മിൻ ഹദീസി ഫയഖൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് പറയപ്പെട്ടാൽ, നബി പറയുകയാണ്, എൻ്റെ ഒരു ഹദീസ് പറയപ്പെട്ടാൽ അവൻ പറയും, ബൈനനാ വബൈനക്കും കിതാബുല്ലാഹ്, നമുക്കും നിങ്ങൾക്കുമിടയിൽ നമുക്കൊക്കെ സ്വീകരിക്കാൻ അള്ളാഹുവിൻ്റെ കിതാബുണ്ട്. ഫമാ വജദ്നാ ഫീഹി മിൻ ഹലാലിൻ ഇസ്തഹലൽനാഹ്. അതിൽ ഖുർആനിൽ ഹലാലാണെന്ന് വന്നാൽ നമുക്കത് ഹലാലായി സ്വീകരിക്കാം. വമാ വജദ്നാ ഫീഹി മിൻ ഹറാമിൻ ഹറംനാഹ്. ഖുർആനിൽ ഹറാമാണെന്ന് വന്നാൽ നമുക്കത് ഹറാമായി സ്വീകരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അലാ വ ഇന്നമാ ഹറമ റസൂലുള്ളാഹ് മിസ്ലു മാ ഹറമല്ലാഹ്. അറിയണം നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം ഹറാമാക്കിയാൽ അത് അള്ളാഹു ഹറാമാക്കിയതുപോലെയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഹദീസുകളെ ഒരുവൻ തള്ളിക്കളയുകയാണ്. ഒരാൾ പറയുന്നു, ഞാൻ ഖുർആൻ മാത്രമേ സ്വീകരിക്കൂ, ഹദീസുകൾ ഞാൻ സ്വീകരിക്കുകയില്ല എന്നൊരാൾ പറഞ്ഞാൽ അവൻ്റെ സ്ഥാനം അതോടെ ഇസ്ലാമിന് പുറത്താണ്. ഇസ്ലാം എന്ന് പുറത്തുപോയ കാഫിറായിരിക്കുന്നവൻ. മനസ്സിലായില്ലേ? ഒരാൾ പറയണം, ഞാൻ ഖുർആൻ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ, ഹദീസുകൾ എനിക്ക് പ്രമാണമല്ല എന്നൊരാൾ പറഞ്ഞാൽ അവൻ്റെ സ്ഥാനം ഇസ്ലാമിന് പുറത്ത്, ഇസ്ലാമിന് പുറത്തെ കാഫിറായിരിക്കുന്നവൻ. കാരണം അവൻ ഖുർആനും നിഷേധിച്ചിരിക്കുന്നു, സുന്നത്തും നിഷേധിച്ചിരിക്കുന്നു. അവൻ സുന്നത്തിനെ മാത്രമല്ല നിഷേധിച്ചത്, ഒന്നിനെ നിഷേധിച്ചാൽ എല്ലാത്തിനെയും നിഷേധിച്ചവനായി തീർന്നവൻ. അള്ളാഹു അവൻ്റെ കിതാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചത് നമുക്കത് വിശദീകരിച്ചു തരാൻ വേണ്ടിയാണ്. വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിൽനാസി മാ നുസ്സില ഇലൈഹിം. നബിയെ, താങ്കൾക്ക് ഈ ഉത്ബോധനം നാം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു എന്തിനു വേണ്ടി?
ലിതുബയ്യന ലിന്നാസ്, താങ്കൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ മനുസില ഇലൈഹിം, അവർക്ക് അവതരിപ്പിക്കപ്പെട്ടത്. എന്താണ് ഖുർആൻ അള്ളാഹു പറഞ്ഞത്? മൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്, ആരെങ്കിലും റസൂലിനെ അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയോട് ഒരുവൻ എതിർ പ്രവർത്തിച്ചാൽ അവനെ കാത്തിരിക്കുന്നത് ഫിത്നയാണ്, അള്ളാഹുവിൻ്റെ ശിക്ഷയാണ്, വേദനയേറിയ ശിക്ഷയാണ്. ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. ആരാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിക്കുന്നത് അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ, അവരൊരു ഫിത്ന ബാധിക്കുന്നത്. ആ ഫിത്ന എന്നാൽ അത് ഷിർക്കാണ് എന്ന് ഇമാം അഹ്മദിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അവൻ കുഫറിലും ഷിർക്കിനുമാണ് ചെന്നുപെടാൻ സാധ്യതയുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിര് പ്രവർത്തിച്ചാൽ അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തട്ടിക്കളഞ്ഞാൽ, മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയ കാര്യം പിശാചിൻ്റെ പ്രേരണയാൽ ചെയ്തു പോയി അതിൽ ഖേദിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചല്ല ഈ പറഞ്ഞത്, മനസ്സിലായില്ലേ? മറിച്ച് അത് തള്ളിക്കളയുക, അതിനെ അംഗീകരിക്കാതിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ ഇല്ല അത് ശരിയല്ല എന്ന് പറയുക, അവർക്ക് വേദനയേറിയ ശിക്ഷ ബാധിക്കാനിരിക്കുന്നു. നോക്കൂ, അള്ളാഹു പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ റസൂലിനെ മറികടക്കരുത്, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിന് മുകളിൽ ശബ്ദമുയർത്തരുത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, നബിയുടെ ശബ്ദത്തിന് മുകളിൽ ശബ്ദമുയർത്തിയാൽ അവൻ്റെ അമൽ മുഴുവൻ പൊളിഞ്ഞു പോകുമെന്നാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് സൂറത്തുൽ ഹുജറാത്തിൽ. എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം അത് ശരിയല്ല, അതിൽ ഇന്നാളുടെ അഭിപ്രായം, എൻ്റെ അഭിപ്രായമാണ് അതിൽ ശരി എന്ന് പറഞ്ഞവൻ്റെ സ്ഥിതി എന്തായിരിക്കും? നബിയുടെ ശബ്ദത്തെക്കാൾ മുകളിൽ ശബ്ദമുയർത്തിയാൽ അമൽ പൊടിഞ്ഞു പോകുമെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയമല്ല ശരി, ഇന്നതാണ് ശരി എന്ന് പറഞ്ഞാൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് ഖുർആനും സുന്നത്തും നമ്മൾ സ്വീകരിക്കുക. ഖുർആനും സുന്നത്തും അതാണ് നമ്മുടെ തെളിവുകൾ. അള്ളാഹു ഖുർആനിൽ ആവർത്തിച്ചു പറഞ്ഞു, അത്തിയുല്ലാഹ് അത്തിയുർ റസൂൽ, അള്ളാഹുവിനെ അനുസരിക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക. ഖുർആനും സുന്നത്തും നാം പിൻപറ്റുക. ഇനി സഹോദരങ്ങളെ, ഖുർആനും സുന്നത്തും പിൻപറ്റുക എന്ന കാര്യം നമുക്ക് സാക്ഷാത്കരിക്കാൻ, യഥാർത്ഥ രൂപത്തിൽ ഖുർആനും സുന്നത്തും പിൻപറ്റുന്നവരാകാൻ 7 കാര്യങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം. നിങ്ങൾ യഥാർത്ഥത്തിൽ ഖുർആനും സുന്നത്തും പിൻപറ്റുന്നവരാകണോ, ഈ 7 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. 1, ഖുർആനും സുന്നത്തും നിങ്ങൾ അതിനെ, ഖുർആനിനെയും സുന്നത്തിനെയും നിങ്ങൾ സ്നേഹിക്കണം. അള്ളാഹുവിൻ്റെ വഹീനെ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക. അതിന് വിപരീതം എന്താണ്? ഖുർആനിനെ സുന്നത്തിൽ വെറുക്കുക, ഖുർആനിൽ വന്നൊരു കാര്യത്തെ വെറുക്കുക, സുന്നത്തിൽ വന്നൊരു കാര്യത്തെ വെറുക്കുക പാടില്ല. ذلك بأنهم كرهوا ما أنزل الله فأحبط أعمالهم എന്നല്ലേ അള്ളാഹു പറഞ്ഞത്? ذلك بأنهم كرهوا ما أنزل الله, അവർ അള്ളാഹു അവതരിപ്പിച്ച കാര്യത്തെ വെറുത്തു. فأحبط أعمالهم, അപ്പോൾ അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. ഖുർആനിനെ സുന്നത്തിനെ സ്നേഹിക്കുക, മനസ്സിലായില്ലേ? ഖുർആൻ കേൾക്കുന്നത് ഇഷ്ടപ്പെടുക, സുന്നത്ത് കേൾക്കുന്നത് അള്ളാഹു പറഞ്ഞിരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക, ആ പറഞ്ഞ കാര്യത്തെ സ്നേഹിക്കുക, അതിനെ വെറുക്കുക പാടില്ല. 2ാമത്തെ കാര്യം, ഖുർആനും സുന്നത്തും മനസ്സിലാക്കുക, പഠിക്കുക, ആ വഹി പഠിക്കുക. അതിന് വിപരീതം എന്താണ്? അതിനെക്കുറിച്ച് വിവരമില്ലാത്തവനാകുക. എങ്ങനെയാണ് ഖുർആനും സുന്നത്തും അറിയാത്ത ഒരാൾക്ക് ഖുർആൻ സുന്നത്തും പിൻപറ്റാൻ സാധിക്കുക? അല്ലേ? ഖുർആനും സുന്നത്തും പഠിക്കുക. ഖുർആനും സുന്നത്തും പഠിക്കുക എന്ന് പറഞ്ഞാൽ വാജിബായും പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്, നിർബന്ധമായും ഓരോരുത്തരും പഠിച്ചിരിക്കേണ്ട കാര്യം, വിശ്വാസ കാര്യങ്ങൾ, അതുപോലെ നിസ്കാരം, ശുദ്ധീകരണം. ഇനി സക്കാത്ത് കൊടുക്കാൻ പണമുള്ള ഒരാൾ സക്കാത്തിനെക്കുറിച്ച്, നോമ്പ് വന്നാൽ നോമ്പിനെക്കുറിച്ച്, ഹജ്ജിന് പോകുന്ന ഒരാൾ ഹജ്ജിനെക്കുറിച്ച്, കച്ചവടം ചെയ്യുന്നവന് കച്ചവടത്തെക്കുറിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോരുത്തർക്കും നിർബന്ധമാകുന്ന വിജ്ഞാനം. അതിലപ്പുറത്ത് ശരീഅത്തിൻ്റെ ആഴത്തിലിറങ്ങിയുള്ള അറിവുണ്ട്, ശരീഅത്തിൻ്റെ ആഴത്തിലിറങ്ങിയിട്ടുള്ള അറിവുകൾ, അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, നിക്കാഹ്, തലാഖ് പോലെയുള്ള കാര്യങ്ങളിലെ വിശദമായ, എല്ലാവർക്കും ആവശ്യം വരാത്ത അതിൻ്റെ സൂക്ഷ്മമായ വിധിവിലക്കുകൾ, ഇതൊക്കെ പഠിക്കുക എന്നത് സമൂഹത്തിൽ ഒരു നാട്ടിൽ ആരെങ്കിലും പഠിച്ചാൽ ബാക്കിയുള്ളവർ കുറ്റത്തിൽ നിന്ന് ഒഴിവായി.
എന്നാൽ ആരും പഠിക്കാതിരുന്ന എല്ലാവരും കുറ്റക്കാരാവും. ആരെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ നമ്മളും കൂടി പഠിച്ചാൽ അത് പുണ്യകരമാണ്, വളരെ വലിയ പുണ്യമാണ്. മനസ്സിലായില്ലേ? എന്നാൽ ഓരോരുത്തരും പഠിക്കൽ നിർബന്ധമായ വിജ്ഞാനമുണ്ട്. നാട്ടിൽ ആരെങ്കിലുമൊക്കെ പഠിച്ചാൽ മതി, ഫർദ് കിഫായ ആകുന്ന വിജ്ഞാനവുമുണ്ട്. അത് ബാക്കിയുള്ളവർ പഠിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പുണ്യകർമ്മമാണ്. തലബുൽ ഇൽം, മതവിജ്ഞാനം പഠിക്കുക എന്നത് ശ്രേഷ്ഠമായ കർമ്മമാണ്. പക്ഷെ എല്ലാവർക്കും ഫർദായ ഒരു ഇൽമുണ്ട്. തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിജ്ഞാനമുണ്ട്. അതേതാണ്? അത് ഒരു മുസ്ലിമിന് ഒഴിവാക്കി കൂടാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അതല്ലാതെ എല്ലാവരും ആഴത്തിൽ പഠിക്കണമെന്ന് പറഞ്ഞാൽ, ആ ആഴത്തിലുള്ള പഠനം എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കച്ചവടം ചെയ്ത് ബാക്കിയുള്ള സമയത്ത് എന്തെങ്കിലും പഠിക്കുക എന്നതല്ല. അതുകൊണ്ട് അത് സാധിക്കുകയില്ല. അതിനു വേണ്ടി മാറി നിൽക്കേണ്ടി വരും. അതെല്ലാവർക്കും നിർബന്ധമാക്കിയാൽ അത് പ്രയാസമുള്ള കാര്യമാണ്. എല്ലാവർക്കും അതിന് സാധിക്കുകയില്ല. അതിന് ഒരാൾ അയാളുടെ ജീവിതത്തിലെ വലിയൊരു സമയം തന്നെ, വലിയൊരു ഭാഗം തന്നെ നീക്കി വെക്കേണ്ടി വരും. അത് അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ അവൻ എല്ലാവർക്കും നിർബന്ധമാക്കിയിട്ടില്ല. മറിച്ച് അത് ആരെങ്കിലുമൊക്കെ അതിന് വേണ്ടി മാറിയിരുന്നാൽ ബാക്കിയുള്ളവർ അതിൻ്റെ കുറ്റത്തിൽ നിന്ന് ഒഴിവാകും. അങ്ങനെ ആരെങ്കിലുമൊക്കെ അതിനു വേണ്ടി ഇരിക്കുന്നുണ്ട് എന്ന് സമൂഹം എന്ന നിലക്ക് അത് ഉറപ്പുവരുത്തുക മുസ്ലിം ഉമ്മത്തിൻ്റെ ബാധ്യതയാണ്. അവരിൽ കഴിവുള്ള, പണമുള്ള, സ്വാധീനമുള്ള ആളുകളൊക്കെ അക്കാര്യം ഉറപ്പുവരുത്തണം. മനസ്സിലായില്ല? ദീൻ പഠിക്കാനുള്ള സംവിധാനങ്ങൾ നാട്ടിലുണ്ട് എന്ന കാര്യം ഉണ്ടാക്കിയെടുക്കുക ഉമ്മത്തിൻ്റെ പൊതുബാധ്യതയാണ്. ആളുകളുടെ പൊതുബാധ്യതയാണ് അതിനുവേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന്. അതിനുവേണ്ടി ഒന്നും ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. അങ്ങനെ ചെയ്യരുത്. അപ്പോൾ നോക്കൂ, ഖുർആനും സുന്നത്തും പഠിക്കുക. കാരണം പഠിക്കാത്തത് നമ്മളെങ്ങനെ പിൻപറ്റും? പഠിക്കാത്തത് നമുക്ക് എങ്ങനെ പിൻപറ്റാൻ സാധിക്കും? ഒരാൾക്കൊരു കാര്യം അറിയില്ല, ആ കാര്യത്തെ എങ്ങനെ അയാൾ പിൻപറ്റും? സാധ്യമല്ല. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം ഖുർആനും സുന്നത്തും പഠിക്കുക എന്നതാണ്. മൂന്നാമത്തെ കാര്യം, ഖുർആനിലും സുന്നത്തിലും ഒരു കാര്യം വന്നു എന്ന് അറിഞ്ഞാൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്ന് കേട്ടാൽ ആത്മാർത്ഥതയോടെ സത്യസന്ധമായി വേഗം അത് നടപ്പിൽ വരുത്താൻ, വേഗം അത് അനുസരിക്കാൻ തയ്യാറാകണം. ഇതാണ് മൂന്നാമത്തെ കാര്യം. അത് തള്ളിക്കളയരുത്. അത് തള്ളിക്കളയുക പാടില്ല. മറിച്ച് അത് വേഗം പ്രയത്നിക്കാൻ നമ്മൾ മുന്നിട്ടിറങ്ങണം. സഹാബത്ത് റളിയല്ലാഹു അൻഹും അതിനുള്ള ഉന്നതമായ മാതൃകയാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അവർ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഖിബ്ല മാറി എന്ന വിവരം അവർക്ക് ലഭിക്കുന്നത്. എന്താ ചെയ്യുന്നത്? ഈ നിസ്കാരം കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചോ, ആ നിസ്കാരത്തിൽ തന്നെ തിരിയുകയാണ്. ഖിബ്ല ബൈത്തുൽ മഖ്ദിസിലേക്ക്, ആ ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന മുസ്ലിമീങ്ങൾ കഅബയുടെ ഭാഗത്തേക്ക് നിസ്കാരത്തിൽ തന്നെ തിരിയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. മദ്യം ഹറാമായി. സഹാബത്ത് റളിയല്ലാഹു അൻഹും ഹറാമാകുന്നതിന് മുമ്പ് അവർ കുടിച്ചിരുന്നു, വിറ്റിരുന്നു, വലിയ പാത്രങ്ങളിൽ നിറച്ചു വച്ചിരുന്നു. ഹറാമായി എന്ന് കേട്ടതോടെ ഇതാ ഈ വാങ്ങി വെച്ചത് അതൊന്ന് വിറ്റ് തീർത്തോട്ടെ, ഈ മാറ്റിവെച്ചത് അതൊന്ന് തീർക്കട്ടെ, ചെത്തുതൊഴിലാളികൾ എന്തു ചെയ്യും എന്നതുപോലെയുള്ള ചോദ്യങ്ങളല്ല അവർ ചോദിച്ചത്. മറിച്ച് അപ്പോൾ തന്നെ പൊട്ടിച്ചൊഴിക്കാൻ സഹാബത്ത് കൽപ്പന കൊടുക്കുകയാണ്. മദീനയിലെ സിക്കക്കിലൂടെ, മദീനയിലെ വഴിയോരങ്ങളിലൂടെ മദ്യം ഒഴുകുകയാണ്. എല്ലാവരും കൊണ്ടുപോയി മറിച്ചു കളഞ്ഞതിന് ശേഷം തീർന്നില്ല. സുബ്ഹാനല്ലാഹ്, ഹറാമാകുന്നതിന് മുൻപ് അത് കഴിച്ചു മരിച്ചുപോയ അവരുടെ സഹോദരങ്ങളെക്കുറിച്ച് അവർ പേടിക്കുകയാണ്. അവർക്ക് കുറ്റമുണ്ടാകുമോ? അള്ളാഹു ഖുർആനിൽ ആയത്തിറക്കി, മുഅ്മിനുകൾക്ക് അവർ അള്ളാഹുവിനെ വിശ്വസിച്ചാൽ, അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അവർക്ക് കുറ്റമില്ല. ഫീമാ തഈമു, അവർ കഴിച്ചു പോയതിൽ, നേരത്തെ കഴിച്ചു. കാരണം ഹലാലായിരുന്ന കാലത്താണ് അവരത് കഴിച്ചത്. ഇങ്ങനെ അവർ ഭയപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അതുപോലെ പിൻപറ്റുകയാണ്. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്തേക്ക് യുദ്ധത്തിന് വേണ്ടി പറഞ്ഞേക്കുന്ന സമയത്ത് പറയുകയുണ്ടായി, നീ പോവുക, തിരിഞ്ഞു നോക്കരുത്, നീ പോവുക, അവരുടെ നടുമുറ്റത്ത് ഇറങ്ങുന്നതുവരെ, അവരുടെ സ്ഥലത്തെത്തുന്നതുവരെ തിരിഞ്ഞു നോക്കരുത്. അലി റളിയല്ലാഹു അൻഹു കൽപ്പന കിട്ടി നടക്കുകയാണ്. നടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ചോദ്യം ചോദിക്കണം. നബിയെ, എന്തിൻ്റെ പേരിലാണ് ഞാൻ അവരോട് യുദ്ധം ചെയ്യേണ്ടത്? അഥവാ അവരെ ആദ്യം ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ടോ എന്നും മറ്റും അറിയാൻ അലി ബിൻ അബി താലിബ് ചോദിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറയുന്നു. പക്ഷെ ആ ചോദ്യം അലി എങ്ങനെയാണ് ചോദിക്കുന്നത്? തിരിഞ്ഞു നോക്കാതെ ഏത് ദിശയിലേക്കാണോ നടക്കുന്നത് അങ്ങോട്ട് നോക്കി ഉച്ചത്തിൽ ചോദിക്കാൻ, ഉച്ചത്തിൽ വിളിച്ചു ചോദിക്കാൻ. സുബ്ഹാനല്ലാഹ്, നോക്കണം നിങ്ങൾ.
അവിടെ എത്തുന്നത് വരെ തിരിഞ്ഞു നോക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന് എന്തൊക്കെ രൂപത്തിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അല്ലേ? പിന്തിരിയരുത്, അല്ലെങ്കിൽ ഈ സദസ്സ് പിരിഞ്ഞതിന് ശേഷം അവിടെ എത്തിയാൽ പിന്നെ തിരിഞ്ഞു നോക്കരുത്. പക്ഷേ അലി ഇബ്നു അബി താലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞതുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ ചോദിക്കുക. നമുക്ക് ഉറപ്പിച്ച് പറയാം, അലി ഇബ്നു അബി താലിബ് അവിടെ എത്തുന്നത് വരെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് നോക്കാനുള്ള, എന്നിട്ടൊരു ചോദ്യം ചോദിക്കാനുള്ള അവസരം പോലും നബിയുടെ ആ വാക്ക് കേട്ട് മാറ്റിവെച്ചുവെങ്കിൽ പിന്നെ ഒരിക്കലും അതുവരെ തിരിഞ്ഞു നോക്കുകയില്ല. ഇതാണ് സഹാബത്ത് റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി അനുസരിച്ച രൂപം. അതുകൊണ്ട് ഖുർആനും സുന്നത്തിലും ഒരു കാര്യം വന്നാൽ ആത്മാർത്ഥമായി സത്യസന്ധതയോടെ അത് വേഗം നടപ്പിൽ വരുത്താൻ, അത് അമലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തേത് അള്ളാഹുവിൻ്റെ വഹീനെ, ഖുർആനിനെയും സുന്നത്തിനെയും ആദരിക്കണം, ബഹുമാനിക്കണം. അതിൻ്റെ വിപരീതമാണെന്ത്? ഖുർആനിനെ സുന്നത്തിനെ ഒരാൾക്ക് വിലയില്ലാതിരിക്കുക. അതിനേക്കാൾ അപകടമാണ് വൽ ഇയാദു ബില്ലാഹ് ഖുർആനിനെയും സുന്നത്തിനെയും ഒരാൾ പരിഹസിക്കുക, ഇതിനെക്കുറിച്ച് തമാശ പറയുന്നത്. അത് കുഫറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഖുർആനും സുന്നത്തും ബഹുമാനിക്കണം. ഈ ബഹുമാനം നമ്മൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാഹു പറഞ്ഞു എന്ന് കേട്ടാൽ അതേക്കുറിച്ച് പിന്നെ നിൻ്റെ തമാശ പാടില്ല, അതേക്കുറിച്ച് എതിർപ്പ് പറയരുത്, അതിനെ വിലയില്ലാതെ വെക്കരുത്. മറിച്ച് ഖുർആനിനെ സുന്നത്തിനെ തഅദീം ചെയ്യണം, ബഹുമാനിക്കണം, ആദരിക്കണം. പരിഹസിച്ചുകൂടാ. ഖുർആനിലൊരു ആയത്തിനെ പരിഹസിച്ചിട്ട് ഒരാൾ പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിനെ ഒരാൾ പരിഹസിക്കുക എന്നത് പാടില്ലാത്തതാണ്, ഒരിക്കലും പാടില്ലാത്തതാണ്. ഖുർആനിനെ സുന്നത്തിനെ പരിഹസിക്കുക എന്നത് പാടില്ല. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഖുർആനെ സുന്നത്തിനെ ഒരാൾ പരിഹസിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഒരായത്തിനെ ഒരാൾ പരിഹസിച്ചു, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിനെ ഒരാൾ കളിയാക്കി, അയാൾ അതോടെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, പാടില്ല. ഖുൽ അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും. നബിയെയും സഹാബത്തിനെയും കുറിച്ച് ഒരു തമാശ പറഞ്ഞ ഒരാളെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞ, അള്ളാഹു പറഞ്ഞ ആയത്താണ്. അള്ളാഹുവിനെ, അവൻ്റെ ആയത്തുകൾ, അവൻ്റെ റസൂലിനെയാണോ നിങ്ങൾ പരിഹസിക്കുന്നത്? നിങ്ങൾ ഒഴിവ് കഴിവൊന്നും പറയേണ്ട, ഈമാൻ കിട്ടിയിരുന്നതിന് ശേഷം നിങ്ങൾ കാഫിറായി പോയിരിക്കുന്നു. സൂറത്ത് തൗബയിൽ ആയത്താണ്. അവിടെ തമാശ പറയാൻ നീ ഖുർആനും സുന്നത്തും അതിലേക്ക് കടക്കരുത്. അതൊരു ചുവന്ന രേഖയാണ്, അങ്ങോട്ട് കടക്കരുത്. തമാശ പറയാൻ നിനക്ക് ദുനിയാവിൻ്റെ എന്തെല്ലാം വിഷയങ്ങളുണ്ട്. കളവാകാത്ത രൂപത്തിൽ, ആളുകളെ അപഹസിക്കാത്തവരെ മുറിപ്പെടുത്താത്ത രൂപത്തിൽ നിരുപദ്രവകരമായ തമാശകൾ നീ പറഞ്ഞോളൂ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്, സഹാബത്ത് പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണത്തിൽ ഉപ്പെന്നതുപോലെ അത് ആളുകൾക്കിടയിലുള്ള പെരുമാറ്റത്തിൽ ആവശ്യമുള്ളതാണ്. ഉപ്പ് കൂടിപ്പോയാൽ ഭക്ഷണം പ്രസാദമായി പോകും, തീരെ ഇല്ലാതായാലും ഒരു രുചി ഉണ്ടാവില്ല. അതുപോലെയാണ് സംസാരത്തിലെ ഇടപാടുകളിലെ തമാശകളെന്ന് പറയുന്നത്, അത് ആവശ്യമുള്ളതാണ്. എന്നാൽ അധികമാകാൻ പാടില്ല, തീരെ ഇല്ലാതിരിക്കരുത്. അഞ്ചാമത്തെ കാര്യം, ഖുർആനിലും സുന്നത്തിലും മാത്രമാണ് സന്മാർഗമുള്ളത് എന്ന് നമ്മൾ വിശ്വസിക്കണം. സന്മാർഗം, ഹിദായത്ത് എന്ന് പറയുന്നത് എവിടെ മാത്രമാണുള്ളത്? ഖുർആനിലും സുന്നത്തിലും മാത്രം. അതിനപ്പുറത്തില്ല. അതിനപ്പുറത്ത് ആരെങ്കിലും ഉണ്ടാക്കിയെടുത്ത് അവരുടെ തത്വങ്ങളിലോ അവരുടെ ആശയങ്ങളിലോ അവരുടെ പ്രത്യയശാസ്ത്രങ്ങളിലോ അവരുടെ സാരോപദേശങ്ങളിലോ ഒന്നിലും എന്തില്ല സന്മാർഗമില്ല. വളരെ ഇക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു പ്രസംഗത്തിൽ പറയും, ബർണാഡ് ഷാ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, വിൻസ്റ്റൺ ചർച്ചിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്ത ഏതെങ്കിലും ഒരു നല്ല ഉപദേശം നീ എവിടെയെങ്കിലും കണ്ടാൽ നീ മനസ്സിലാക്കുക, ഒരു നല്ല വാക്ക് എവിടെയെങ്കിലും കണ്ടാൽ നീ മനസ്സിലാക്കുക, അതിന് തത്തുല്യമായ നന്മ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ നന്മ നിനക്ക് എവിടെ കാണാൻ കഴിയും? ഖുർആനും സുന്നത്തിനും കാണാൻ കഴിയും. മനസ്സിലായില്ലേ? നല്ലൊരു വാക്കൊരു നല്ല ഉപദേശം എവിടെയെങ്കിലും നീ കിതാബിനും സുന്നത്തിനും പുറത്ത് കേട്ടാൽ നീ മനസ്സിലാക്കുക എന്ത്? അതിന് തത്തുല്യമായ നന്മ അല്ലെങ്കിൽ അതിനേക്കാൾ നന്മ നിനക്ക് എവിടെ കാണാൻ കഴിയും? ഖുർആനും സുന്നത്തിലും കാണാൻ. ഒരു നന്മയും ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഒഴിഞ്ഞു പോയിട്ടില്ല. ഉറച്ചു വിശ്വസിക്കുക, അതിലാണ് സന്മാർഗമുള്ളത്. അതല്ലാത്തതിൽ സന്മാർഗം ആരെങ്കിലും തേടിപ്പോയാൽ വഴിതെറ്റുമവൻ. മനസ്സിലായില്ലേ? ഖുർആനും സുന്നത്തിലും അല്ലാത്തതിൽ ഒരാൾ സന്മാർഗം തേടിപ്പോയാൽ എൻ്റെ സ്വഭാവം നന്നാക്കണം, ഞാനതിന് ഇന്നാളുടെ ഫിലോസഫി വായിച്ചു കൊള്ളട്ടെ,
എന്ന് പറഞ്ഞ ഒരാൾ പോയാൽ ഖുർആനിലും സുന്നത്തിൽ നിന്നും ലഭിക്കുന്നത് അവന് ലഭിക്കുകയില്ല. ചിലപ്പോൾ എന്തെങ്കിലും നല്ല ഉപദേശം അവിടെ ഉണ്ടോ, ഇതിലതിനേക്കാൾ നല്ലതുണ്ട് കിതാബിലും സുന്നത്തിലും. കിതാബും സുന്നത്തും വഹിച്ച് മറ്റുള്ളതിൽ അത് കയ്യിലുണ്ടായിരിക്കെ മറ്റുള്ളതിൽ സന്മാർഗം അന്വേഷിച്ചു പോകുന്നവൻ പുറത്തൊരുപാട് വെള്ളം വെച്ച് കെട്ടി ദാഹിച്ചു വലഞ്ഞ് ഒടുവിൽ തൊണ്ട പൊട്ടി മരിക്കുന്ന ഒട്ടകത്തെ പോലെയാണ്. അതിൻ്റെ പുറത്ത് വെള്ളം വെച്ച് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതിനറിയില്ല. ഇതുപോലെയാണ് ഖുർആനും സുന്നത്തും കയ്യിലുണ്ടായിട്ട് അതല്ലാത്തതിൽ സന്മാർഗം തേടിപ്പോകുന്നവരുടെ സ്ഥിതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹിദായത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിലാണ്. അള്ളാഹു പറഞ്ഞു നോക്കൂ, നിങ്ങൾ വത്തബിഊഹു ലഅല്ലക്കും തഹ്തദൂൻ, വത്തബിഊഹു ലഅല്ലക്കും തഹ്തദൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ പിൻപറ്റുക, ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾക്ക് ഹിദായത്തിലാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാൻ കൽപ്പിച്ചു നോക്കൂ നിങ്ങൾ, ഖുൽ ഇൻ ളലൽതു ഫഇന്നമാ അദില്ലു അലാ നഫ്സി, ഞാൻ വഴികേടിലാവുകയാണ് എങ്കിൽ അത് ഞാൻ എനിക്ക് എതിരിലാണ് പ്രവർത്തിക്കുന്നത്. വഇൻ ഇഹ്തദൈതു ഫബിമാ യൂഹി ഇലയ്യ റബ്ബി, ഞാൻ ഹിദായത്തിലാവുകയാണെങ്കിൽ അതെൻ്റെ റബ്ബിൻ്റെ വഹി ഒന്നുകൊണ്ട് മാത്രമാണ്. അള്ളാഹുവിൻ്റെ വഹിയിൽ മാത്രമാണ് ഹിദായത്തുള്ളത്. അതല്ലാത്തതിൽ ഹിദായത്ത് തേടിപ്പോയിട്ട് യാതൊരു കാര്യവുമില്ല. അതല്ലാത്തത് കേട്ട ഒരാൾ നന്നായി എന്ന് കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക, അത് താൽക്കാലികം മാത്രമാണ്. ഖുർആനും സുന്നത്തും കൊണ്ട് നന്നാവാത്ത വേറൊന്നും കൊണ്ട് നന്നാവില്ല, വേറൊന്നുകൊണ്ടും അവൻ നന്നാവുകയില്ല. സംശയമില്ല, അതിൽ സംശയമില്ലാത്ത കാര്യമാണത്. അള്ളാഹുവിൻ്റെ കിതാബിലാണ് സന്മാർഗം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലാണ് സന്മാർഗമുള്ളത്, അതിനാണ് നിലനിൽപ്പുള്ളത്. അത് വെച്ചാണ് നമ്മൾ ആളുകളെ നന്നാക്കേണ്ടത്. എന്തൊക്കെയോ കഥകളും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ആളുകളൊക്കെ ഇന്ന ആൾ അങ്ങനെ പ്രസംഗിച്ചിരുന്നു, മറ്റേ ആൾ ഇങ്ങനെ എഴുതി എന്ന് പറഞ്ഞിട്ടല്ല. ഖാല അല്ലാഹു ഖാല റസൂൽ, അള്ളാഹു പറഞ്ഞു അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് പറഞ്ഞിട്ടാണ് ആളുകൾ നന്നാക്കേണ്ടത്. മനസ്സിലായില്ലേ? അല്ലാതെ എരിവും പുളിയും കൂട്ടാൻ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞ് കളവുകൾ പറഞ്ഞ് കഥകൾ പറഞ്ഞ് അല്ല ആളുകളെ നന്നാക്കാൻ ശ്രമിക്കേണ്ടത്. മറിച്ച് കിതാബും സുന്നത്തുമാണ് പറയേണ്ടത്. എന്നാൽ അതിൻ്റെ ബോൽഫലകമായി ആളുകൾക്ക് അവരുടെ അനുഭവങ്ങൾ, അതുപോലെ ചരിത്രങ്ങൾ, അത് ആളുകൾക്ക് അവരുടെ മനസ്സിൽ തട്ടുന്നതിനു വേണ്ടി, അവർക്ക് സഹായകമാകുന്നതിനു വേണ്ടി അത് പറയാം. അതേസമയം അതല്ല അടിസ്ഥാനം അതല്ല. കഥ പറയാൻ വേണ്ടി മാത്രം ഒരാൾ പ്രസംഗിക്കുകയാണ്, അയാളുടെ കഥ കേൾക്കാൻ വേണ്ടി മാത്രം ആളുകൾ പോവുകയാണ് എങ്കിൽ അത് ശരിയല്ല. മറിച്ച് കിതാബും സുന്നത്തുമായിരിക്കണം അടിസ്ഥാനം, കിതാബും സുന്നത്തുമായിരിക്കണം അടിസ്ഥാനം. അതിനോട് യോജിക്കുന്ന അനുഭവങ്ങൾ, അതുപോലെ ചരിത്രങ്ങൾ, അത് പറയുന്നതിൽ തെറ്റില്ല. യഥാർത്ഥത്തിൽ സന്മാർഗമുള്ളത് കിതാബിലും സുന്നത്തിലുമാണ്. നോക്കൂ നിങ്ങൾ, സൂഫികൾ പറയുന്നത് പോലെ അവർ വഹിയിലല്ല അവർക്ക് ഹിദായത്തുള്ളത്, മറിച്ച് കെശ്ഫുകളിലാണ്. മനസ്സിലല്ലേ? ഒരാളിങ്ങനെ കിടക്കുമ്പോൾ അയാൾക്ക് കെശ്ഫ് കിട്ടിയിരിക്കുന്നു, ഒരു ബോധോദയം കിട്ടിയിരിക്കുന്നു. ചിലപ്പോൾ ഈ കെശ്ഫ് കൊടുത്ത് ശൈത്താനായിരിക്കും, മനസ്സിൽ ഈ ചിന്ത ഇട്ട് കൊടുത്തത് ശൈത്താനാണ്. ശൈത്താൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം തന്നെ എന്താണ്? അവൻ്റെ പേര് തന്നെ വസ്വാസ് എന്നാണ്, അല്ലേ? മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, വസ്വസത്ത് ഉണ്ടാക്കുക എന്നതാണ് പിശാചിൻ്റെ പണി എന്ന് പറയുന്നത്. അതുകൊണ്ട് പൈശാചികമായ ഇങ്ങനെയുള്ള കെശ്ഫുകൾ അതൊക്കെ ദീനാണെന്ന് പറയുക, അതിലല്ല. ഹിദായത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിലാണ്. ആറാമത്തെ കാര്യം, കിതാബും സുന്നത്തും എങ്ങനെ മനസ്സിലാക്കുക? അള്ളാഹു എന്താണോ ആയത്തിലൂടെ ഉദ്ദേശിച്ചത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ അവിടുത്തെ ഹദീസിലൂടെ ഉദ്ദേശിച്ചത്, ആ മുറാദ് മനസ്സിലാക്കുക. നമ്മൾ പഠിക്കേണ്ടത് എന്തിനാണ്? അള്ളാഹു ഒരു കൽപ്പന കൽപ്പിച്ചപ്പോൾ റബ്ബിൻ്റെ മുറാദ് എന്താണ്, അള്ളാഹു എന്താണ് അതിലൂടെ ഉദ്ദേശിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് അതിലൂടെ ഉദ്ദേശിച്ചത്, അത് മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത്. അതെങ്ങനെയാണ് കിട്ടുക? അതേറ്റവും നന്നായി മനസ്സിലാക്കിയവരിലൂടെ മനസ്സിലാക്കുക. സഹാബത്ത് റളിയല്ലാഹു അൻഹും, നല്ലവരായ മുൻഗാമി, അവരാണ് ഖുർആനും സുന്നത്തും ഏറ്റവും നന്നായി മനസ്സിലാക്കിയത്. അതല്ലാതെ ഖുർആനിലെ ആയത്തുകൾക്ക് അവർക്ക് തോന്നിയ അർത്ഥം പറയുക അല്ല. മനസ്സിലായില്ലേ? വഹുവൽ അലിയുൽ അലീം. ഷിയാക്കൾ അതുപോലുള്ള ആയത്തുകൾക്ക് പറഞ്ഞത് കാണാം, ബാത്തിനികൾ പറഞ്ഞത് കാണാം, അത് അലിയാണ്. മനസ്സിലായില്ലേ? അള്ളാഹുവിൻ്റെ അൽ അലി എന്ന പേര് അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിനെ കുറിച്ച് ഇതുപോലുള്ള വ്യാഖ്യാനങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഭൂമിയോടടുത്ത ആകാശത്തിലേക്ക് രാത്രിയുടെ അന്ത്യയാമത്തിൽ ഇറങ്ങി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ, പിഴച്ച കക്ഷികളിൽ ചിലർ പറഞ്ഞു അതൊരു മലക്കിറങ്ങി വരുമെന്നാണ്.
മനസ്സിലായില്ലേ? നേരത്തെ പറഞ്ഞ ബാത്തിനികളുടെ വ്യാഖ്യാനത്തെക്കാൾ പഠിച്ച വ്യാഖ്യാനമാണിത്. കാരണം അവിടെ അലി എന്നുള്ള പേരെങ്കിലും ഉണ്ട് അവന് കയറി പിടിക്കാൻ. ഇവിടെ റബ്ബ് വജാ റബ്ബുക വൽ മലക്കു സഫൻ സഫ, ആ ആയത്തിനെ ചിലർ വിശദീകരിച്ചാണ്. എന്ത് റബ്ബ് എന്ന് അള്ളാഹു പറഞ്ഞത് ഒരു മലക്കിനെ കുറിച്ചാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിൻ്റെ വിശേഷണത്തെ നിഷേധിച്ചു കളയും. കാരണം ഇതൊന്നും അവരുടെ തലയിൽ കയറുന്നില്ല. അള്ളാഹു ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ അവൻ മനസ്സിലാക്കുന്നത് പടപ്പുകളെ പോലെയാണ്. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അവൻ മനസ്സിലാക്കുന്നത് പടപ്പുകളെ പോലെയാണ്. അള്ളാഹുവിനെ പോലെ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് അവന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇതുപോലുള്ള വ്യാഖ്യാനങ്ങൾ ഈ പറഞ്ഞതിനെതിരാണ്. ഖുർആനും സുന്നത്തും അള്ളാഹു എന്തുദ്ദേശിച്ചുവോ അതിലൂടെ അങ്ങനെ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുദ്ദേശിച്ചു അങ്ങനെ മനസ്സിലാക്കുക. അതാണ് ആറാമത്തെ കാര്യം. ഏഴാമത്തത് ഖുർആനും സുന്നത്തും സ്വീകരിക്കുന്നതിൽ മരണം വരെ ഉറച്ചു നിൽക്കുക. അതിൽ നിന്ന് പിന്മാറിപ്പോകരുത്. കുറേ കാലം കിതാബും സുന്നത്തും എന്ന് തന്നെ പറഞ്ഞു, പിന്നെ അത് ഉപേക്ഷിച്ച് കളയുക, പിന്നെ തോന്നിയ വ്യാഖ്യാനങ്ങളിൽ പോവുക, പിന്നെ ഒരാൾ ഒരു ലിബറലിസത്തിൻ്റെ ആളാവുക, പിന്നെ ഒരാൾ ഒരു ഫെമിനിസ്റ്റായി മാറുക, പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റായി മാറുക. കുറക്കാലം കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും അനുയായിയായിരുന്നവൻ അങ്ങനെ ആകരുത്. മറിച്ച് അതിൽ ഉറച്ചു നിൽക്കണം, അതിലായി മരിക്കണം. മനസ്സിലായില്ലേ? നിങ്ങൾ മനസ്സിലാക്കി ഈ 7 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കിതാബും സുന്നത്തും സ്വീകരിക്കുക. വഹി സ്വീകരിക്കുന്നതിൽ നിന്ന് ആളുകൾ പിന്നോട്ട് പോയതാണ് എല്ലാ കുഴപ്പങ്ങൾക്കുള്ള കാരണം. ഷിർക്കടക്കം കുഫറടക്കം സകല പ്രശ്നങ്ങൾക്കുള്ള കാരണം എന്താണ്? വഹിയിൽ നിന്ന് ആളുകൾ പിന്നോട്ട് പോകുക. ഖുർആനും സുന്നത്തും ആളുകൾ സ്വീകരിക്കാതിരിക്കുക എന്നതാണ്. അതുകൊണ്ട് അത് നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. അള്ളാഹുവിനോട് അതിന് സഹായം തേടുക. കിതാബും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ അള്ളാഹുവിനോട് സഹായം തേടുക. അള്ളാഹു അവൻ്റെ കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.